ഇതര മുഖവുരകൾക്കിടാതെ നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ഒപ്പം ഈ ദിനങ്ങളിലെ യോഗത്തിൽ എളിയവരെയും ക്ഷണിച്ച സംഘാടകരോടുള്ള സവിശേഷമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. വായനാഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 23-ന്റെ 37 മുതൽ 39 വരെ. യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന ഭാഗത്തിനായി കർത്താവിന് മഹത്വം. നമ്മൾ വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഈ തിരുവെഴുത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൗതിക ജീവിതത്തിലെ വിടവാങ്ങൽ ഘട്ടത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ജെറുസലേമിലേക്ക് ചെന്ന കർത്താവിനെ അവിടുത്തെ ആളുകൾ പരിഹസിച്ച് തിരിച്ചയക്കാൻ ഒരുമ്പെടുമ്പോൾ, ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ യേശു നടത്തുന്ന ഒരു പ്രവചന പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. അതിങ്ങനെയാണ്: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ. ഇങ്ങനെയൊക്കെ നീ ചെയ്തിട്ടും കോഴി തന്റെ മക്കളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്റെ മക്കളെ കാത്തുകൊള്ളാൻ, ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായില്ല, നിനക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിന്റെ ഭവനം ശൂന്യമായിത്തീരും. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. യേശു ഒരു വിടവാങ്ങൽ നടത്തി പോകുന്നു. ഇത് ഞാനിന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ അന്ന് വിട പറഞ്ഞ കർത്താവ് ആ നിലയിൽ യെരൂശലേമിലേക്ക് വന്നില്ല. പ്രത്യക്ഷനായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വിടവാങ്ങിയ കർത്താവ് യഹൂദൻ ആ നിലയിൽ ഉൾക്കൊണ്ടില്ല. അവൻ ഉൾക്കൊള്ളുന്ന കാലത്ത് അവൻ തിരികെ വരുമെന്ന്, തിരികെ വരുമ്പോൾ അവൻ തിരിച്ചറിയുമെന്നും ഉള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ചതല്ല, യേശുവിൻ്റെ വരവോട് ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഒരുക്കവും ഭൗതിക ലോകത്തിന്റെ സ്ഥിതിയും ഒക്കെയാണെങ്കിൽ ഇന്ന് മറ്റൊരു ആംഗിളിലാണ് നമ്മുടെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് നമ്മൾ ഉപസംഹരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ചരിത്ര പശ്ചാത്തലം ഒന്ന് ഗ്രഹിച്ചിട്ട് പോകേണ്ടതുണ്ട്. എൻ്റെ സൗണ്ടിന് നേരിയ പ്രശ്നമുണ്ട്. ഇന്ന് ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. എന്നാലും ചെറിയ ചില ഇറിറ്റേഷൻസ് നിങ്ങൾ സഹിച്ചേ ക്ഷമിച്ചേ പറ്റും. ഇവിടെ കാണുന്നത് യെരൂശലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്രയാണ്. യെരൂശലേം എന്നുള്ള ആ സ്ഥലത്ത് നിന്ന് വേണം നമ്മുടെ ചിന്താവിഷയങ്ങൾ രൂപവൽക്കരിക്കാൻ. യെരൂശലേം ഊര എന്നും ഷാലോം എന്നുമുള്ള രണ്ട് എബ്രായ പദങ്ങളുടെ സമന്വയമാണ് ഊർ ഷാലോം. അത് നമ്മൾ യെരൂശലേം എന്ന് പറയുന്നു, പാശ്ചാത്യർ ജെറുസലേം എന്ന് പറയുന്നു. ഊരെന്നും ഷാലോം എന്നുമുള്ള ഈ പദങ്ങളുടെ അർത്ഥം ഊര് പട്ടണം, ഷാലോം സമാധാനം, സമാധാനത്തിന്റെ പട്ടണം. സമാധാനത്തിന്റെ പട്ടണം എന്ന അർത്ഥമുണ്ട്. പക്ഷേ അതെന്തെന്നറിയാത്തൊരു സമൂഹമാണ് അവിടെ ഇന്നും വസിക്കുന്നത്. 1964 വരെയുള്ള 48 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം 422 ആക്രമണങ്ങളാണ് അവരനുഭവിച്ചത് എന്ന് ഓർക്കുമ്പോൾ, ഒരു ചെറിയ കാലഘട്ടം മാത്രം അനുഭവിച്ചത് ഇത്രയും വലിയ ആക്രമണങ്ങളാണ്. ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയിൽ പരാതിപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ വളരെയധികം
പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു നാട്. ദാവീദ് ഇസ്രയേൽ ഭരിച്ച, യെരൂശലേമിലെ രാജാവായിരിക്കുന്ന അവിടം കേന്ദ്രീകരിച്ച് ഭരിച്ച ഏതാനും നാളുകൾ ഒഴിച്ചാൽ ബാക്കി കാലഘട്ടമൊക്കെ തന്നെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു നാട്. നമുക്ക് ആ നാട്ടിലേക്ക് ഒന്ന് വരാം. തന്ത്രപ്രധാനമായ യെരൂശലേം എന്ന പട്ടണത്തിന്റെ വലിപ്പം കേവലം 8.3 ഏക്കർ മാത്രമാണ്. 8.3 ഏക്കർ. ആ സ്ഥലത്തിനാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ദിനപത്രങ്ങളിൽ കാണുന്ന പാലസ്തീൻ ഇസ്രയേൽ സംഘർഷം. ഇത് ഞാൻ സവിസ്തരം പാലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തെ കുറിച്ച് 2-3 വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ മനസ്സിലാകും. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അനിൽ കൊടിത്തോട്ടം എന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. പാലസ്തീനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ അടങ്ങുന്ന വിഷയങ്ങൾ ഞാൻ ഗൗരവമായി തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 6 വീഡിയോ ആ നിലയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വസ്തുതകൾ വളരെ കൃത്യതയോടെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാം. 8.3 ഏക്കർ വിസ്തൃതിയുള്ളതും ഒരു മനുഷ്യന്റെ കാൽപാദത്തിന്റെ ആകൃതിയോട് കൂടിയതും 5 ചെറുമലകൾ മുട്ടി ഉരുവിക്കിടക്കുന്നതുമായ ഒരു പട്ടണം. 5 കുഞ്ഞു മലകളാണ്. എല്ലാം ചേർത്ത് ഈ 8.3 ഏക്കേഴ്സ് ആണ് വരുന്നത്. ചെറിയൊരു ലാൻഡ്. ഇതാണ് പഴയ യെരൂശലേം, ഇന്നത്തെ തർക്കഭൂമി. ഈ മലകൾ വളരെ പ്രസിദ്ധമാണ്. ആ 5 മലയിൽ 4 മലയെ കാണാൻ പറ്റും. കാരണം ഒരു മല നടുക്കാണ്. അവ ഇങ്ങനെ പരസ്പരം ബന്ധിക്കുകയാണ് ഈ ഒരു മലയുടെ ജോലി. മറ്റു മലകളെല്ലാം ചേർത്ത് കോർത്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു മലയുണ്ട്. അതിന് ചുറ്റും 4 മലകൾ. അവ വന്ന് ഒരു താഴ്വരയിൽ തീരുന്നു. അപ്പോൾ മുട്ടി ഉരുവി കിടക്കുന്ന ഈ 5 മലകളെ ചേർത്ത് ഒരു പേര് പറയും. അവർക്ക് ഓരോ പേരാണ്. അതിൽ ഒരു മല നമ്മളെല്ലാം അറിയുന്നത് പോലെ ഓർന്നാന്റെ കളമാണ്. ഓർന്നാന്റെ കളം. ഇനി മറ്റൊരെണ്ണം ദൈവപുരുഷനായ ഈ ഓർന്നാന്റെ കളം ദാവീദ് വിലയ്ക്ക് വാങ്ങിയെന്നാണ് ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി. ഇതോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തയ്യാറാക്കിയ മോറിയ മലയാണ്. അപ്പോൾ ഓർന്നാന്റെ ഒന്നെങ്കിൽ മോറിയ മലയാണ് ഇനിയുള്ളത്. മോറിയ മല നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് അതിൻ്റെ നേരെ പിൻഭാഗത്ത് ഏറെ ശ്രദ്ധിക്കുന്ന മറ്റൊരു മലയുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അത് ഗോൽഗൊഥയാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തിരഞ്ഞെടുത്ത മോറിയ മലയിൽ നിന്ന് അബ്രഹാം ഒരു വിളി കേൾക്കുകയാണ്. അബ്രഹാമേ, അബ്രഹാമേ. തിരിയുമ്പോൾ നോക്കുന്നത് സ്വാഭാവികമായിട്ട് കാൽവറിയിലേക്കാണ്. ആ മലയാണ് തൊട്ട് ബാക്കിലായിട്ടുള്ളത്. ഇനി അതിന്റെ ഉത്തരഭാഗത്ത്, വടക്ക് ഭാഗത്ത് മറ്റൊരു മലയുണ്ട്. അത് സിയോനാണ്. ഉത്തരഗിരിയായ സിയോൻ, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. ഒരു മല ഇതിന്റെ ഇടയ്ക്കാണ്, അതിനകത്ത് കിടക്കുകയാണ്. അങ്ങനെ 4 മലകളെ കുറിച്ച് തൽക്കാലം അറിയുക. ഒന്ന് ഓർന്നാന്റെ കളമാണ്. ഇനി മറ്റൊന്ന് മോറിയ മലയാണ്. ഇനി ഒന്ന് ഉത്തരഗിരിയായ സിയോനാണ്. ഇനി ഒന്ന് ഗോൽഗൊഥ എന്ന കാൽവറിയാണ്. ഈ 4 മലകൾ വന്നു താഴ്വരയിൽ തീരുക. ആ താഴ്വരയിലൂടെ ഒരു നദി കഴുകുകയാണ്. നദിയല്ല, ഒരു തോട്. ഈ തോട് നദിയിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു കേരളത്തിലെ കൺസെപ്റ്റ് അല്ല. ചെറിയ നീരൊഴുക്കൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ കാണുന്ന പോലെ കുലം കുത്തി ഒഴുകുന്ന വെള്ളമൊന്നും കാണാൻ പറ്റില്ല. ചെറിയൊരു നീരൊഴുക്ക് അതുവഴി പോകുന്നു. ഈ നീരൊഴുക്ക് ചിലപ്പോൾ ഒരു നദിയുടെ സ്വഭാവത്തിലേക്ക് അപ്രതീക്ഷിത ഘട്ടത്തിലാവും. കാരണം ഇവരെ വാട്ടർ സ്രോതസ് എന്ന് പറയുന്നത് നമുക്ക് മഴ പെയ്തോ അല്ലെങ്കിൽ ഉറവകൾ ചാലുപൊട്ടിയോ ഒഴുകുന്ന ആ തോട് എന്ന സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമാണ്. നല്ല വരൾച്ചയിലും ചിലപ്പോൾ അറിയാതെ തോട് കരകവിഞ്ഞൊഴുകി ഒരു നദിയുടെ പ്രതീതി സൃഷ്ടിച്ചാണ് താഴേക്ക് പോവുക. അതെന്താണ് കാരണമെന്നറിയണ്ടേ? മഞ്ഞുരുകി അത് വലിയ ജല സ്രോതസ്സായിട്ട് മാറും. പടുകുറ്റൻ മഞ്ഞുമലകൾ ഉരുകി താഴേക്കൊഴുകി വെള്ളം അങ്ങനെ ധാരാളമായിട്ട് വരും. കടുത്ത വേനലിൽ അപ്രതീക്ഷിത ഘട്ടത്തിൽ വരുന്ന ഈ ജലാശയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പാടുന്നത്, യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ എന്ന് പാടുന്നത്. സ്തോത്രം. അപ്പോൾ തെക്കേ നാടെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ യെരൂശലേം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം. അവിടുത്തെ തോടുകളുടെ പ്രത്യേകതയാണ് അപ്രതീക്ഷിത ഘട്ടത്തിൽ വലിയ നീരൊഴുക്ക് വന്ന് കരകവിഞ്ഞൊഴുകുക. ഇതേപോലെ പ്രതീക്ഷകളില്ലാത്ത സമയത്ത് നീ ഞങ്ങളുടെ പ്രവാസികളെ തിരികെ തരുന്ന ദൈവമാണ് എന്ന അർത്ഥത്തിലാണ് ആ സങ്കീർത്തന ഭാഗത്തിന്റെ ഉള്ളടക്കം നിലനിൽക്കുന്നത്.
എനിവേ, അപ്പോൾ ഈ ഒഴുകുന്ന തോടിന്റെ പേര് നിങ്ങൾക്കറിയാം, കിദ്രോൻ എന്നാണ് അതിന്റെ പേര്, കിദ്രോൻ. ഈ കിദ്രോന്റെ ഓപ്പോസിറ്റ് ഒരു മലയാണ്. അതൊരു ഗംഭീര മല തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മലകളോട് കിടപിടിക്കുന്ന വലിയൊരു മലയാണ്. ഏതാണ്ട് 20 മുതൽ 30 മിനിറ്റ് വരെ നടന്നെങ്കിൽ നമുക്ക് റോഡ് മാർഗം, റോഡുണ്ട് മുകളിൽ വരെ, ഇവിടെ ചെല്ലാൻ പറ്റും, അതിന്റെ മുകളിലേക്ക് ചെല്ലാൻ പറ്റും. അത്ര വലിയ ഒരു മല. അപ്പോൾ ആ മലയുടെ പേര് നിങ്ങൾ അറിയും, അത് ഒലിവ് മലയാണ്. അപ്പോൾ ഒലിവ് മല യെരുസലേമിന് കിഴക്കാണ്. യെരുസലേമിനെയും ഒലിവ് മലയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിരിന്റെ പേര് കിദ്രോൻ എന്നാണ്. ഈ കിദ്രോനും ചാടിക്കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒലിവ് മലയുടെ ആദ്യത്തെ ചെരിവാണ്. ആ ചെരിവ് നിങ്ങൾ അറിയും, അതിന്റെ പേര് ഗത്സമന എന്നാണ്. ഗത്സമേന നമ്മൾ അറിയും, യേശു പ്രാർത്ഥിച്ച, യേശുവിനെ അറസ്റ്റ് ചെയ്ത ആ ഭൂപ്രദേശമാണ് അതിന്റെ ചെരിവ്. ഇനി അതിന്റെ മറുവശമുണ്ട്. ആ മലയുടെ മറുവശം യേശുവിന് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം യേശു ഇഷ്ടപ്പെട്ട ഒരു വീട് അവിടെ ഉണ്ട്. ആ സ്ഥലപ്പേര് ബഥാന്യ എന്നാണ്. ബഥാന്യ. അപ്പൊ ഇവ രണ്ടും ഒരു മലയുടെ ഭാഗമാണ്. ഒരു ഭാഗത്ത് ആ ഗത്സമന, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലാസർ പാർത്ത ബഥാന്യ. ഓർത്തപ്പോൾ ഒന്നുകൂടി പറയാം, ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം ഈ ബഥാന്യ. കടുക് ചെടിയല്ല, കടുക് മരം. നമ്മുടെ നാട്ടിൽ ചെറിയ ചെടിയാണ് കടുകെങ്കിൽ, മരം അവിടെ ഉണ്ട് എന്ന് ഓർക്കണം. ഇപ്പോഴും ഉണ്ട് കടുക് മരങ്ങൾ. അപ്പോൾ അവിടെ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇതിൽ നിന്നാണ് സകലവിധ പക്ഷികളും അതിൽ കൂടുകെട്ടി എന്നൊക്കെ കർത്താവ് പറയുന്ന ഉപമ ചെറിയ ചെടിയുടെ മീതെ വന്നിരുന്നു എന്ന അർത്ഥത്തിലല്ല. ഞാൻ കഴിഞ്ഞിടയ്ക്കും യുക്തിവാദികളായ സഹോദരങ്ങൾ ഇതൊന്നും അറിയാതെ എടുത്തിട്ട് അലക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പോഴും കടുകുണ്ടതിൽ, ഇപ്പോഴും കിട്ടും. നിങ്ങളിപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട, ഇപ്പോഴും ആ സാധനം അവിടെ ഉണ്ട്. നമ്മുടെ അതേ കടുക്, ഒരല്പം കൂടെ വലിപ്പം കൂടുതലുണ്ട്, ഒരു ബ്രൗൺ കളറാണ് അതിൻ്റെത്. വ്യത്യാസം അത്രേ ഉള്ളൂ. ടേസ്റ്റ് കൂടുതലാണ്, അതിന് വിലയും കൂടുതലാണ്. അത് നമുക്ക് വാങ്ങാൻ അവിടെ കിട്ടും. അവിടെയൊക്കെ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കടുക് മരങ്ങളുള്ള സ്ഥലം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതുള്ളൂ. ആ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കണം, അവിടെ ഒന്നും വിട്ടുപോകരുത്. നമ്മൾ അതിന്റെ മീതെ നിൽക്കുക, ഒലിമലയുടെ മുകളിൽ. ഒലിമലയുടെ മുകളിൽ നിന്ന് തെക്കോട്ട് നോക്കിയാൽ പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് മനോഹരമായ യെരുസലേം ഇങ്ങനെ താഴെ കിടക്കുന്ന കാഴ്ചയാണ്. മുട്ടക്കുന്നുകൾ ഇങ്ങനെ കൂടി ദേവാലയം ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ മാർബിൾ കൊത്തി ഉണ്ടാക്കിയ മനോഹരമായ അതിന്റെ നിർമ്മിതി ആ വെളിച്ചത്തിൽ ഇങ്ങനെ പ്രശോഭിപ്പിച്ച് ഒരു ധവള പ്രകാശം അവിടെയെല്ലാം പരക്കുന്ന കാഴ്ചയാണ് അന്ന്. ഇന്നതില്ല, കാരണം ദേവാലയം തകർന്നുപോയി. ദേവാലയമുള്ള കാലത്തെ കാഴ്ച അതാണ്. എന്നാൽ ഇവിടെ നിന്ന് നേരെ അങ്ങ് വടക്കോട്ട് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആ കാഴ്ച നമ്മുടെ കണ്ണെത്താവുന്ന ദൂരങ്ങൾക്കപ്പുറത്ത് മനോഹരമായ ഗലീലിയ കടൽ കിടക്കുന്നു. ആ ഗലീലിയ കടലിൽ നിന്ന് ഒരു നീരൊഴുക്ക് പുറപ്പെട്ട് ചാവുകടലിലേക്ക് ചെന്ന് പതിക്കുകയാണ്. ആ ഗലീലിയ കടൽ എന്ന് പറയുന്നത് കടലല്ല, അത് ഒരു തടാകം മാത്രമാണ്. ഏതാണ്ട് 14 മൈല് നീളവും 3.5 മൈല് വീതിയും വരുന്ന ഒരു ചെറിയ ജലസ്രോതസ്സാണ്. അതിന് നമ്മുടെ ദാവീദ് ഉപയോഗിച്ച ഒരു സംഗീത ഉപകരണത്തോട് സാമ്യമുണ്ട്. നമ്മുടെ ബേസ് ഗിറ്റാറിന്റെ ഒക്കെ ഒരു രൂപമുണ്ട്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിന്റെ വാല് താഴോട്ട് കിടക്കുന്നു. അതുകൊണ്ട് ദാവീദ് ഉപയോഗിച്ച കിന്നരത്തോട് അതിന് സാമ്യമുള്ളത് കൊണ്ട് കിന്നരോത്ത് കടൽ എന്നും പേര് പറയും. കിന്നരോത്ത് കടൽ, ഗലീലിയ കടല്, തിബര്യോസ് കടല്, അങ്ങനെയൊക്കെ പേരുള്ള ആ ജലാശയം, ഒഴുകിപ്പോകുന്ന ആ നീരൊഴുക്കിന്റെ പേര് യോർദാൻ എന്നാകുന്നു. അത് ഒഴുകിച്ചെന്ന് ചേരുന്ന സ്ഥലം ചാവുകടൽ എന്നുള്ളതാകും. ചാവുകടല് സമുദ്രനിരപ്പിൽ നിന്നും ലോകത്തിൽ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം. ചാവുകടലിന്റെ പ്രത്യേകത, യാതൊരു ജീവജാലങ്ങൾക്കും അവിടെ വളരാൻ സാധിക്കില്ല. അവിടെ മത്സ്യസമ്പത്തില്ല, മത്സ്യമില്ല. അതുപോലെ ഒരു പ്രാണിക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷികൾ ഈ കടലിന് കുറുകെ പറക്കാറില്ല. കടൽ സ്വയം അവിടെ ഇല്ലാതാവുകയാണ്. കടൽ സ്വയം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല, ജീവനുള്ള ഏതെങ്കിലും വസ്തു അതിലേക്ക് ചെന്ന് ചാടിയാൽ, അല്ലെങ്കിൽ മത്സ്യങ്ങൾ എന്തെങ്കിലും ഒഴുകി വന്നിവിടെ ചാടിയാൽ, ഈ മത്സ്യത്തെ ഈ കടൽ അടിച്ചു പുറത്തു കളയും. ആ മത്സ്യം കരയ്ക്ക് വീണ് ഒന്ന് പിടഞ്ഞിട്ട് സ്വയം ചാകും. ഈ ചത്തുപോയ മത്സ്യത്തിന്റെ ആ മാംസം ഭക്ഷിക്കാൻ കാക്കകൾ വരാറില്ല. അത് അരിച്ചെടുക്കാനോ കടിച്ചു ജീർണിപ്പിക്കാനോ ഉറുമ്പുകൾ ഇഴഞ്ഞു വരാറില്ല. അത്രമാത്രം അത് മലിനമാകും. ഉപ്പുരസം കൊണ്ട് മറ്റ് ലവണങ്ങൾ പറ്റിപ്പിടിച്ച് അവിടെ കിടന്ന് കാലക്രമേണ ജീർണിച്ച് തീരുകയാണ്. ചുരുക്കത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് അവിടെ കാണാം. ഒന്ന്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശുദ്ധജലം എന്ന് പറയുന്നത് ഗലീലിയ കടലാണ്. മിഡിൽ ഈസ്റ്റിലെ ശുദ്ധജലം, ഇത്രയും ശുദ്ധജലമുള്ള ഒരു തടാകം അവിടെ എങ്ങും ഇല്ല. മിഡിൽ ഈസ്റ്റിലെ അല്ല, ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ജലം എന്ന് പറയുന്നത് ചാവുകടലാണ്. ഇത് രണ്ടിലും കിടക്കുന്ന വെള്ളം ഒന്നാണ്. എന്തോ ഒരു അത്ഭുതമാണെന്ന് വിചാരിക്കുക.
ഈ വെള്ളം ഒഴുകി അവിടെ ചെന്ന് ചേരുക, സ്വയം തീരുകയാണ്. അങ്ങനെ ശുദ്ധജലത്തെയും അതിലെ മത്സ്യങ്ങളെയും മറ്റും ഒഴുക്കിക്കൊണ്ട് ജീവനുള്ളതിനെ കൊണ്ട് നശിപ്പിച്ചു കളയുന്ന കുറ്റം ചുമത്തി നദിക്ക് നമ്മളുടെ പേരിട്ടു മരണം എന്നർത്ഥമുള്ള യോർദാൻ. നോക്കണം, ജീവസുറ്റ എല്ലാത്തരം മത്സ്യങ്ങളും വളരുന്ന 153 മത്സ്യങ്ങൾ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ടതിനെ ശേഖരിച്ച നീരുറവയിൽ നിന്ന് സ്വയം പോയി മൃതിയടയുന്ന ചാവുകടൽ താഴെ. അങ്ങനെ വിസ്മയമാണത്. ഇതുമൊക്കെ കാണാം. അപ്പൊ നമുക്ക് യോർദാനിലെ വെള്ളം എന്ന് പറഞ്ഞാലും ആ ഗലീലക്കടലിലെ വെള്ളം എന്ന് പറഞ്ഞാലും സംഗതി ഒന്നാണ്. പക്ഷെ ചാവുകടലിലെ വെള്ളം വേറെയാണ്. ഈ വെള്ളം അങ്ങോട്ട് ചെന്ന് ചേരുകയും കളി അങ്ങ് മാറും. അത് കനത്ത ഉപ്പുരസമുള്ളതാകും. മനുഷ്യൻ ചാടിയാൽ പോലും അതിനകത്ത് ചാടിയാൽ പൊങ്ങിക്കിടക്കും. ബലം പിടിച്ച് മുങ്ങാനാണ് നമ്മുടെ ഭാവമെങ്കിൽ തല പൊക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലെങ്കിൽ നമ്മൾ ആ വഴി അങ്ങ് തീർന്നു കിട്ടും. അതാണ് ഈ ചാവുകടലിന്റെ പ്രത്യേകത. മലയാളിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരും, ഒന്ന് മുങ്ങിയാലോ എന്നൊരു ടെൻഡൻസി വരും. ചെയ്യരുത്. കാരണം നമുക്ക് ഈ എവിടെ പോയാലും, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ലോകത്തെവിടെയും പോയി നിയമം കൃത്യം പാലിക്കുന്നത് നമ്മളാണ്. പക്ഷേ സ്വന്തം നാട്ടിൽ അത് പാലിക്കുകയില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അവത്തൊന്നും കാണിച്ചേക്കരുത്, തിരിച്ചു വരാം. നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. നല്ല ഭൂമിശാസ്ത്രപരമായ അതിന്റെ ഘടനാ കിടപ്പൊക്കെ. സ്തോത്രം. അപ്പോഴ് ഇത്രയും പറഞ്ഞത്, യേശു ഒരു ദിവസം ഈ യെരുശലേമിലേക്ക് ചെന്നു. അപ്പൊ യെരുശലേമിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. നമ്മളതെല്ലാം വിട്ട് തിരിച്ചു വന്നിട്ടോ. അങ്ങ് ഉടത്ത് 5 മലകൾ ഉരുവിക്കിടക്കുന്നു. അവിടെ നിന്നൊരു കിദ്രോൻ തോടൊഴുകുന്നു. ആ കിദ്രോൻ തോടിന്റെ നേരെ അക്കരെ ഗത്സമനയുടെ ഉയരത്തിൽ ഒലിവുമല, ഒലിവുമലയുടെ അങ്ങേച്ചെരുവിൽ ബെഥാന്യ. നിങ്ങൾക്കത് നിങ്ങളുടെ കാഴ്ചയിൽ കാണണം, അല്ലെങ്കിൽ ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കിദ്രോൻ തോട് ഇങ്ങനെ താഴോട്ട് ഒഴുകി പോവാണ്. പോയി ആ പോകുന്ന വഴിയെ നമ്മളൊന്ന് പോയാൽ നമ്മുടെ അത്ഭുതം ഇരട്ടിക്കും. 100 കണക്കിന് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ കിടക്കും എന്നത് സങ്കല്പിക്കുക. അങ്ങനെ കിലോമീറ്റർ കണക്കിന് സ്ഥലം നിരപ്പായി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, യഹോശാഫാത്ത് താഴ്വര. നമുക്ക് ഇതേക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളതാണ്. എന്തിനാണ് അതങ്ങനെ കിടക്കുന്നതെന്നും അവസാനം സംഭവിക്കാൻ പോകുന്ന ചില സംഭവ വികാസങ്ങളോട് ബന്ധപ്പെട്ട് ഈ ഭൂമി ഇങ്ങനെ പരന്ന് വാട്ടർ ലെവലിൽ കൃത്യമായി കിടക്കുന്ന കാഴ്ചയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. കിദ്രോൻ താഴ്വര, യഹോശാഫാത്ത് താഴ്വര, ബെൻ ഹിന്നോം താഴ്വര എന്നൊക്കെ ഈ സ്ഥലത്തിന് പേരുണ്ട്. അപ്പോൾ നമുക്കിനി തൽക്കാലം ഈ കിദ്രോൻ തോടിന്റെ അവിടെ വരാം. യേശു യെരുശലേമിലേക്ക് ചെന്നു. യെരുശലേം സമാധാനത്തിന്റെ പട്ടണമാണ്. അവിടെ ദേവാലയമുണ്ട്. ദേവാലയത്തിന്റെ പ്രസക്തി എന്താണ്? ദേവാലയത്തിന്റെ മഹത്വം എന്താണ്? ഞാൻ പറയും, ദേവാലയത്തിന്റെ പ്രസക്തി, മഹത്വം എന്ന് പറയുന്നത് ആർ അത് പണി കഴിപ്പിച്ചു എന്നതല്ല, എത്ര പേരവിടെ വരും എന്നുള്ളതല്ല, എത്ര കോടിക്കണക്കിന് സമ്പത്ത് അവിടെ ചിലവഴിച്ചു എന്നുള്ളതല്ല. മറ്റൊരു ഉദാഹരണം പറയാം. സമാഗമന കൂടാരത്തിലേക്ക് വരാം. കൂടാരം നിർമ്മിച്ചതിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അറിവുകളുള്ള ആളുകളാണ്. നമ്മൾ പണ്ട് ചർച്ചകളിലൊക്കെ ഈ കൂടാരം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അത് പഠിച്ചു വന്നതാണ്. അപ്പച്ചന്മാര് ഇതൊക്കെ നമ്മളെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാറില്ല, അറിയത്തൊന്നുമില്ല. അത് പല കാര്യങ്ങൾ അതിലുണ്ട്. അതില് ഈ കൂടാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചൻ ഈ ക്ലാസ് ഒരു ചർച്ചിൽ ചെല്ലുമ്പോൾ അറിഞ്ഞു അവിടെ MDH കഴിഞ്ഞ ഒരു തോമസ് കുട്ടി ആ ചർച്ചിലുണ്ടായിരുന്നു. അപ്പോഴേക്ക് അപ്പച്ചൻ ഇങ്ങനെ സംസാരിച്ച വഴിക്ക് ഓർത്തു, ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, ചട്ടി, ചട്ടുകം, കിണ്ണം ഇവ എന്തിനെ കാണിക്കുന്നു? തോമസ് കുട്ടി പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അവൻ ചാടി എഴുതിയിട്ട് പറഞ്ഞു, ഇത് തട്ടുകടയെ കാണിക്കും. കാരണം പുള്ളി ഇത് കണ്ടേക്കുന്നത് തട്ടുകടയിലാണ്. ചട്ടിയുണ്ട്, ചട്ടുകമുണ്ട്, കിണ്ണമുണ്ട്, ഇതൊക്കെ കണ്ടേക്കുന്നത് അവിടെ. അത് തട്ടുകടയെ കാണിക്കുന്നു. ചുരുക്കത്തില് ഇതാണ് നമ്മുടെ ഒരു വല്ലാത്തൊരു പോക്കേ. നമ്മുടെ എല്ലാ ഒരു പ്രശ്നമായി പറഞ്ഞു, ആരെ ഒരാളെയായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട എന്തിനാന്നറിയാം. ഈ കൂടാരത്തിൽ ഒത്തിരി സ്വർണ്ണം, 1.5 മുഴ പലക, 1.5 മുഴം പലക പൊന്നുകൊണ്ട് പൊതിഞ്ഞ് 5 അന്താഴങ്ങൾ ചെലുത്തി ഇങ്ങനെ നേരെ നിർത്തിയിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ട്. അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയും, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ പണിയിൽ കാര്യമില്ലെന്നല്ല, കാരണം ദിവ്യാത്മാവിനാലാണെന്ന് പണിയുന്നത്. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കിങ്ങനൊരു കൂടാരം പണിയാമോ? ഞാൻ പറയാൻ പറ്റും, പണിയാം. നമ്മുടെ അംബാനി നോക്കിയാൽ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ യൂസഫ് അലി നോക്കിയാൽ ഇതുപോലൊരു 10-500 എണ്ണം പണിയാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാശ് മുടക്കിയാൽ പണിയാൻ പറ്റും. ഇപ്പൊ എളുപ്പം അത് പണിയാൻ. പഴയ പോലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ടെക്നോളജി വളർന്നു. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, യൂസഫ് അലിയല്ല, അംബാനിയല്ല, ഭൂമിയിലെ മുഴുവൻ കോടീശ്വരന്മാരും കൂടിയാലും നടക്കാത്ത ഒരു കാര്യമാണ്. അത് സ്വർണ്ണമൊക്കെ ഒപ്പിക്കാം, വെള്ളിച്ചിമിഴികൾ ഒപ്പിക്കാം, മുൾക്കൊളുത്തും കയറും എല്ലാം ഒപ്പിക്കാം,
പുരോഹിതന് ആ വേഷവും കെട്ടിക്കൊടുക്കാം. പക്ഷെ ഒറ്റക്കാരൻ ലോകം മൊത്തം എത്ര കോടി ചിലവിട്ടാലും ദൈവത്തിന്റെ തേജസ് എന്ന ഷെക്കേന അതിൽ വരൂല. നമ്മൾ എത്ര മുടക്കിയാലും കിട്ടാത്തൊരു സാധനമാണ് ദൈവത്തിന്റെ തേജസ് എന്ന ഷെക്കേന. അവിടെ നമുക്ക് പറയാം, കൂടാരത്തിന്റെ വില പൊന്നിന്റെ വിലയല്ല, കുറ്റിയുടെ വിലയല്ല, മുൾക്കൊളുത്തുകളുടെ വിലയല്ല, തങ്ക നിലവിളക്കിന്റെ വിലയല്ല, അതിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ് എന്ന ഷെക്കേന, അതാണ് കൂടാരത്തിന്റെ വിലയെങ്കിൽ യെരൂശലേം ദേവാലയത്തിന്റെ വില എന്താ? ശലോമോൻ പറയാ, നിന്റെ ജനമായ ഇസ്രായേൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് കേട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാണ് കൂടാരത്തിന്റെ വില, യെരൂശലേമിന്റെ വില. അതിലും വിലപിടിപ്പുള്ളൊരു കാര്യം ഇനി പറയാൻ പോകുന്നത്. തേജസ് അത് പിണങ്ങിക്കഴിഞ്ഞാൽ മാറി അങ്ങ് പോകും. യഹോവയുടെ തേജസ് കിഴക്കൊലിയുവലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെയൊക്കെ ഉണ്ട്. മനുഷ്യൻ ശരിയല്ലെങ്കിൽ അതങ്ങ് പോവും, നിൽക്കിയല്ല, പിടിച്ചാൽ കിട്ടത്തില്ല, അതങ്ങ് പോവാ. പക്ഷേ തേജസ് കനീഭവിച്ചുറഞ്ഞൊരു രൂപം, ദൈവ തേജസിന്റെ പൂർത്തീകരണമായ ദൈവത്തിന്റെ പുത്രൻ അതുവഴി നടന്നു വരുമ്പോൾ ഏത് പാപിക്കും അവനെ തൊടാ, ഏത് കുറ്റവാളിക്കും അവനെ തൊടാ, ഏത് രക്തസ്രവക്കാരിക്കും അവനെ തൊടാം. അവൻ വിട്ടുപോകില്ല, അവൻ തൊട്ടരികിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് കൃപയാൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലാകാൻ കഴിഞ്ഞത് അങ്ങ് ദൂരേക്ക് മാറിപ്പോകുന്ന ഒരു തേജസ്സല്ല, എന്റെ ഉള്ളിൽ വിളങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായി അവൻ എന്നെ തൊട്ടു. എനിക്ക് അവനെ തൊടാൻ സാധിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിലുള്ള ആരാധന. ഹല്ലേലൂയ. 2-3 കൊല്ലം മുമ്പ് എനിക്ക് ഈ സർക്കാരിന്റെ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാവോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമായിരുന്നു. അതിവിടെ ഇങ്ങനെ ചൂട് പിടിച്ച സന്ദർഭത്തിൽ ഒത്തിരി പേരെ മതസൗഹാർദ്ദത്തിന്റെ പേരിലൊക്കെ വിളിച്ചു. ഞാനിങ്ങനെയുള്ള വേദിയിൽ പോകും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ എങ്ങാനും ഒരു വിടവ് കിട്ടിയാൽ മറ്റൊരുത്തരിലും രക്ഷയില്ല എന്നൊരു വാക്യം പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിനായി പ്രാർത്ഥിക്കുന്നത് എവിടെങ്കിലും ഒരു അവസരം ഇതാ എനിക്കവിടെ കിട്ടിയാൽ ഈ ഒരു വാക്യം പറഞ്ഞില്ലേ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കല്യാണത്തിന് കിട്ടിയാലും മരണത്തിന് കിട്ടിയാൽ ഈ ഒരു വാക്യം, സഹോദരന്മാരെ ഇതങ്ങ് പറഞ്ഞാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ 5 ദിവസം ക്ലാസ് ഒന്നും എടുത്തില്ലേലും ഈ ഒരു വാക്യം കയറ്റി വെക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മുടെ ജോലി തീർന്നു. ഭയങ്കര പ്രതികൂല. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ തലപോയൊരു വാക്യം. ഈ വാക്യം ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ ഇത്രയൊന്നും അപഹസിക്കുകയില്ല. ഈ വാക്യമാണ് നമ്മുടെ ഐഡന്റിറ്റി. ഈ വാക്യം ഉള്ളതുകൊണ്ടാണ് നമ്മളെ കല്യാണ വീട്ടിൽ വിളിക്കാത്തതും, കുറവുള്ളവരായിട്ട് കാണുന്നതും, അപാകതയുള്ളവരായിട്ട് തോന്നുന്നതും ഒക്കെ ലോകം നമ്മളെ അവഗണിക്കുന്ന ഈ വാക്യത്തിലാ നമ്മുടെ ശക്തി. അത് പറയണം. എന്തായാലും ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരു അന്തരീക്ഷം ഒത്തു വരുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ മറ്റു മതസ്ഥരെ വെറുതെ വിമർശിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പൊതുയോഗമാണ് വിശേഷിച്ച്, അതൊക്കെ മോശമാണ്, ശരിയല്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് കൂടുതൽ പറഞ്ഞ് നമ്മൾ അറിവില്ലാത്തവരായിട്ട് പോകരുത്. ഈ തല്ലുകൊള്ളാൻ മാത്രം നിൽക്കാൻ തോന്നരുത്. അതിനുവേണ്ടിയാ ചിലരോട് ചില മറുപടികൾ പറയുന്നത്. നമുക്കിതൊന്നും അറിയാതെ ഇവിടെ പോകാന്ന് ഓർക്കരുത്. ഒരുത്തം പറഞ്ഞ ആയുധം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനികൾ ഇത് എടുത്തു തുടങ്ങിയാൽ ലോകം കാണുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ പൊട്ടിക്കുന്ന പടക്കം വെച്ച് അമേരിക്കയ്ക്ക് തോന്നുക തിരിച്ചൊന്ന് അടിച്ചേക്കാം. ലോകത്ത് ക്രൈസ്തവനോട് ഈ ബോധം ഞങ്ങളുടെ ക്ഷമ കാരണം ഈ ലോകം നിൽക്കുന്നത് അല്ലെ? നിൽക്കുവോ? ലോകത്ത് മറ്റു രാജ്യങ്ങളെ പോലെ ക്രൈസ്തവനോട് തീരുമാനിച്ചാൽ കളി എന്താകും? നീ ഞങ്ങളുടെ മഹത്വം ആദ്യം തിരിച്ചറിയും. ശാന്തമായിരിക്കുന്നത് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, നമുക്ക് കഴിയില്ലത്. കാരണം നമ്മുടെ സിദ്ധാന്തം വേറെ, നമ്മുടെ ചിന്ത വേറെ. അപ്പൊ അവിടെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു മതത്തില് ഇങ്ങനെ പോകണ്ടാന്ന് എഴുതി വെച്ചെങ്കിൽ പിന്നെ അവിടെ പോയി വേളം വെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പോകണ്ടാന്ന് പറയാതെ പറഞ്ഞ് അങ്ങ് നിർത്തി. ഈ അധ്യക്ഷനൊരു കുറിപ്പ് തന്നു. നിങ്ങൾ 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ഇതുവരെ ഈ ശബരിമലയിൽ സ്ത്രീ കയറണോ കയറണ്ടായെന്ന് തറപ്പിച്ച് പറഞ്ഞു ഒരു അഭിപ്രായം പറഞ്ഞിട്ട് 5 മിനിറ്റ് കൂടെ തന്നു. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതങ്ങ് പറഞ്ഞേക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ശബരിമലയിൽ സ്ത്രീകൾ കടക്കരുതെന്ന് എവിടെങ്കിലും ആചാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകരുത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരും, ധൈര്യമായിട്ട് ഇഞ്ഞ് പോരാൻ പോകും. ഇവിടെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. നിങ്ങളെന്താ ഈ തല്ലുകൊള്ളാൻ അങ്ങോട്ടീ പോകുന്നത്? നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോര്. അതിന്റെ കാരണം കൂടി പറഞ്ഞു. നിങ്ങൾക്കുള്ള മറുപടി 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ചൊരു പുസ്തകം നമ്മുടെ കയ്യിൽ. എന്താണെന്നറിയണ്ടേ? ആർത്തവമുള്ള സ്ത്രീ, ആ പദം അവിടെ പറയാമല്ലോ, തെറ്റിദ്ധരിക്കും. ആർത്തവമുള്ളൊരു സ്ത്രീ അല്ലെ രക്തസ്രവമുള്ളൊരു സ്ത്രീ, ആ സ്ത്രീ കയറി യേശുവിനെ അങ്ങ് തൊട്ടപ്പോ യേശുവിന്റെ വിശുദ്ധി ഫ്യൂസ് അടിച്ചു പോകുന്ന പോലെ അടിച്ചൊന്നും പോയില്ല. കേവലം ഒരു സ്ത്രീ തൊടുമ്പോ അടിച്ചു പോകുന്ന വിശുദ്ധി അല്ല യേശുവിന്റെ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ തൊടുമ്പോ ഒരാളെ വിശുദ്ധി അടിച്ചു പോവുകയാണെങ്കിൽ അടിച്ചു പോകുന്നവൻ എന്നെക്കാൾ കഴിവ് കുറഞ്ഞിട്ടല്ലേ ഈ അടിച്ചു പോകുന്നത്. ഞാൻ വകുപ്പ് മാറ്റി വരുമ്പോ അധ്യക്ഷൻ അപകടം മണത്തും. മനസ്സിലായില്ലേ?
കാര്യം കൊണ്ട് വിശദീകരിച്ച് കണ്ണിനെ വെള്ളം കാണിക്കരുതെന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിപ്പോയി. ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തു. ഏത് അശുദ്ധനും, ഏത് കുഷ്ഠരോഗിക്കും, ഏത് മാരക രോഗിക്കും, ഏത് ചേരി നിവാസിക്കും കെട്ടിപ്പുണരാവുന്ന, ആലിംഗനം ചെയ്യാവുന്ന, ചുംബനമർപ്പിക്കാവുന്ന ഒരുവനെ ഇഹത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏതവസ്ഥയിലും അവനെ തൊടാം. കോവിഡുള്ളവനും തൊടാം, ക്യാൻസർ ഉള്ളവനും തൊടാം, മാരക രോഗമുള്ളവനും തൊടാം. മരണത്തിന്റെ മുനമ്പത്ത് നിൽക്കുമ്പോഴും ഒന്ന് കെട്ടിപ്പുണരാം അവനെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ നല്ല കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. ആ കർത്താവ് യെരുശലേമിലേക്ക് ചെന്നപ്പോൾ അവര് കല്ലെടുത്തെറിയാൻ, സ്തോത്രം, അവർ അപഹസിക്കാൻ അടുത്തു വന്നു, അവര് പരിഹസിക്കാൻ അടുത്തു വന്നു. പരിഹസിക്കാൻ ഇങ്ങോട്ട് വരുമ്പോ യേശു അവസാന ഘട്ടത്തിൽ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യമാണ്, യെരുശലേമേ, യെരുശലേമേ, എനിക്ക് മുമ്പേ ഞാൻ അകറ്റ പ്രവാചകന്മാരെ നീ കല്ലെറിഞ്ഞു, നിന്റെ അടുക്കൽ അകറ്റവരെ നീ കൊന്നുകളഞ്ഞു. എന്നിട്ടും നിന്നെ ചേർത്തുകൊള്ളുവാൻ, കോഴി തന്റെ മക്കളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെ നിനക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമാക്കും. ഭവനം എന്ന് വെച്ചാൽ വീടല്ല കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആലയം ശൂന്യമാകും. ആ അർത്ഥത്തിലാണ് ഞാനിനി നിങ്ങളുടെ അരികിൽ നിന്ന് പോവുകയാണ്. പോകുന്ന കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ പോയാൽ ഒരു കാര്യം, ഞാൻ തോറ്റ കീഴടങ്ങിപ്പോവല്ല. ഒരു ദിവസം ഞാൻ ഇതുവഴി വരും. അന്ന് വരുമ്പോ ഇന്ന് കല്ലെറിഞ്ഞോടിച്ച നീ എന്നെ നോക്കിയിട്ട് വിളിച്ചു പറയും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നീ പറയോളം നിങ്ങൾ ഇനി എന്നെ കാണില്ല. യേശു അത് പറഞ്ഞ് AD 29 ഒരു ഏപ്രിൽ മാസത്തിന്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞത്, അല്ലെ 30, ഈ വർഷം ഒരു വർഷമൊക്കെ തെറ്റിപ്പോകും. അങ്ങനെയുള്ള കർത്താവ് ഇത് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു 40 കൊല്ലം കൂടി കാലം മുമ്പോട്ട്, 40 കൊല്ലം കഴിയുന്ന വേളയിൽ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് പിന്നെ ചക്രവർത്തിയായി, അതുകൊണ്ട് അയാളെ ടൈറ്റസ് കൈസർ എന്ന് വിളിക്കണം. ടൈറ്റസ് കൈസർ ഈ യെരുശലേമിനെ നിരോധിച്ചു. ഈ പട്ടണത്തിന് ചുറ്റും സൈനികരെ വിന്യസിച്ചു. ഒലിവമലയുടെ മുകളിൽ കൊണ്ട് അദ്ദേഹം സൈന്യങ്ങളെ ആക്കി. അവിടെ നിന്ന് 40 കൊല്ലം മുമ്പ് യേശു ഇതേ ജെറുസലേമിന്റെ മുകളിൽ, ഒലിവമലയുടെ മുകളിൽ നിന്നാ പ്രവചിച്ച്. ഈ ആലയം കണ്ടിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകരുന്നൊരു കാലം വരും. നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തു എന്നോർത്തിരിക്കണം. അന്ന് യെരുശലേമിലുള്ളവർ, യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഈ ഓടിപ്പോക്ക് ഒരു ശീതകാലത്താകാതിരുന്നാൽ, അന്ന് അമ്മമാരില്ലേ, കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മുല കൊടുക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളുമില്ലേ, അവർക്ക് അയ്യോ കഷ്ടം. ആ പ്രവചനം നിറവേറാൻ 40 കൊല്ലം മതിയായി. 40 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. ഇവിടേക്ക് ആളുകൾ ധാരാളമായി യെരുശലേമിന്റെ അകത്ത് ഉണ്ട്. ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട്. അതിന് 8 വാതിലാണ് സഹോദരൻ, 8 വാതിൽ. 7 വാതിലും അവർ 8 വാതിലും പൂട്ടിക്കെട്ടി. ഒരു വാതിൽ പണ്ടേ അടഞ്ഞു കിടക്കുന്നതാണ്. 8 വാതിലും അടച്ചിട്ട് അകപ്പെട്ടു പോയ ആളുകളുടെ ഭക്ഷ്യവസ്തുക്കൾ പതുക്കെ തീർന്നു. ഭക്ഷ്യവസ്തുക്കൾ തീർന്ന അവസ്ഥയിൽ അവിടുത്തെ സ്ഥിതിവിശേഷം വിവരിച്ചിരിക്കുന്നത് കഥകളുടെ ചരിത്രമാണ്. അവർ ഇട്ടുകൊണ്ട് നടന്ന സ്വന്തം ചെരുപ്പ് അവർ ഭക്ഷിക്കാനിടയായി. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഗീത ഉപകരണങ്ങളുടെ തോല് അവർ ഭക്ഷിക്കാനിടയായി. നിലത്ത് വളരുന്ന പുല്ലും ചിലതരം മണ്ണും ഒക്കെ ചുരണ്ടി ഭക്ഷിച്ചു. പാറപ്പുറത്തെ പായലുകൾ ശേഖരിച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം അവർക്കുണ്ടായി. ചെറുത്തുനിൽപ്പെല്ലാം അടങ്ങിയപ്പോൾ ടൈറ്റസ് ഇരമ്പിക്കയറി ആലയത്തെ മുച്ചൂടും നശിപ്പിച്ചു. ഒടുക്കം ആലയം അഗ്നിക്കിരയായി. അല്പനേരം കഴിഞ്ഞു. ആളുകൾ പല വഴിക്ക് പിരിഞ്ഞു. അടിമകളായി പലരെയും പിടിച്ചു. അതിന്റെ മാർബിൾ കല്ലുകൾ തീവെന്ത് പൊട്ടിച്ചിതറി പല വഴിക്ക് തെറിച്ചു. തീയെല്ലാം അണഞ്ഞപ്പോ ടൈറ്റസിനോട് ആരും അറിയിച്ചു, പ്രഭോ, കോടികൾ വിലമതിക്കുന്ന പൊന്ന് ഇതിനകത്തുണ്ടായിരുന്നു. അവർ കുറെയൊക്കെ അവരുടെ കയ്യിൽ കാണും. അതോടുകൂടി അവർ കത്തിച്ച മരിച്ചുപോയവരുണ്ട്. ഈ പൊന്നൊക്കെ ഇവിടെ കത്തി ഉരുകി
സ്വർണ്ണക്കട്ടിയായി ഭൂമിക്കടിയിൽ കാണും. ആനകളെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പകൾ ഉപയോഗിച്ച് കമ്പികളും പാറകളും ഉപയോഗിച്ച് കല്ലുകൾ ഉഴുത് പിഴുതു മാറ്റി സ്വർണ്ണക്കട്ടി തേടി ടൈറ്റസ് തിരിയുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ 2-ാം ഭാഗം നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇരിക്കട്ടെ അല്പം കട്ടുകൂട്ടി പറയാവുന്നോർത്ത് പറയുന്നവനല്ല കർത്താവ്. അവൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഇന്ന് രാത്രി കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ പറഞ്ഞാൽ പറഞ്ഞതാണെന്നുള്ള കാര്യം ഹൃദയത്തിലൊന്ന് ഉറപ്പിച്ചാട്ടെ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആലയത്തിന്റെ ആലയം മുഴുവൻ തകർന്നു. അന്ന് കെട്ടിയതിൽ ആ കോമ്പൗണ്ട് വാളിന്റെ ഒരു ഭാഗം തകർന്നിട്ടില്ല. ആലയം തകരുമെന്നാണ് പറഞ്ഞത്. ചില ആളുകൾ ധരിച്ചിരിക്കുന്ന ഈ കോമ്പൗണ്ട്, അത് ആലയത്തിന്റെ ഭിത്തി അവിടെ ഇരിപ്പുണ്ടെന്നല്ല, കോമ്പൗണ്ട് വാളിന്റെ ആ ചുറ്റുമുള്ള ഭിത്തി ഉണ്ടെന്ന്, അതിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിട്ടില്ല. അതാണ് ഇന്ന് യഹൂദന്മാർക്കൊണ്ട് തല ഉരച്ച് അതിൽ കരയാറുണ്ട്. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ, ഒരു ശുഭകാലം ഞങ്ങൾക്ക് മടക്കി നൽകണമേ. അവിടെ ചെന്നാല് നമുക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ അവർ അവസരം തരും. നമ്മൾ ഒരു കാര്യമുണ്ട്, ലോകത്ത് മറ്റാരുടെയും ചർച്ചിലോ സ്ഥാപനത്തിലോ ആർക്കും ചെന്ന് കയറാൻ പറ്റില്ല. അവിടെ വളരെ എളുപ്പത്തിൽ ചെല്ലാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ബഹളമൊന്നും വെക്കാൻ പറ്റില്ല, ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നത്. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറുണ്ട്, അത് കിട്ടുമോടെ. ആ പേപ്പറിൽ എഴുതി, അവിടെ ആരും പ്രാർത്ഥിക്കാനില്ല, അതിന്റെ ഈ സുഷിരത്തിലേക്ക് ഇട്ടിട്ട് പോരണം. കാരണം അവർ വിശ്വസിക്കുന്നു ദിസ് ഈസ് ദ എൻട്രൻസ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ എൻട്രൻസ് ആണ്. രസകരമായ കാര്യം കേൾക്കണോ, ഇതിനകത്താണ് പഴയ യെരുശലേം ദേവാലയം നിലനിന്നിട്ടുള്ളത്. ആ സ്ഥാനത്തോട് ചേർന്നാണ് ഖലീഫ ഉമറിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഉമറിന്റെ പള്ളി, ഡോം ഓഫ് ദ റോക്ക്, പാറയിലെ താഴികക്കുടം എന്ന സ്ഥാപനം നിലനിർത്തുന്നത്. അതിന്റെ കൂടെ അങ്ങോട്ട് മാറിയിട്ട് വേറൊരു മുസ്ലിം പള്ളിയുണ്ട്, അൽ അക്സ ടെമ്പിൾ മോസ്ക്, ഇതവിടെ ഉണ്ട്. ഇതിനോട് ചേർന്നാണ് ഒരിക്കലും തുറക്കാത്ത യെരുസലേമിന്റെ കിഴക്കേ വാതിൽ. ചുരുക്കി പറഞ്ഞാൽ കിഴക്കേ വാതിലിന്റെ അകത്താണ് അൽ അക്സ എന്ന മുസ്ലിം പള്ളി. അതിന്റെ കുറെ കൂടി ഉള്ളിൽ മാറിയാണ് ഒമറിന്റെ പള്ളി. ഈ ഭൂപ്രദേശത്താണ് ഇന്ന് സംഘർഷം നടക്കുന്നത്, ഒട്ടേറെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ വിപുലമാകുന്നത്. അതിനൊക്കെ തൊട്ടു പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പഠിക്കാനും ഗ്രഹിക്കാനും ധാരാളം കാര്യങ്ങൾ. ഇവിടുന്ന് ചർച്ച ചെയ്യുന്ന പല ആളുകളും, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകൾക്കും ഇതേക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഞാൻ കണ്ണൂർ സർവകലാശാലയിലെ ഒരു രജിസ്ട്രാറുമായിട്ട് ഒരു ഡിബേറ്റ് ഉണ്ടായി. പുള്ളി വലിയ പാലസ്തീൻവാദിയാണ്, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷെ പാലസ്തീൻ ശരി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിൽ അങ്ങനെ പറയുന്ന ആളാണ്. ഞാനിപ്പുറത്ത് ഇസ്രയേലാണ് ശരി എന്ന പക്ഷത്തു നിന്നു. അതിന് കാരണങ്ങളുണ്ട്. അത് ഞങ്ങളുടെ ആ സംവാദത്തിനൊടുവിൽ പുള്ളി ഇതൊക്കെ വിളിച്ചു പറഞ്ഞു പോവായിരുന്നു, എന്നെ ആക്ഷേപിച്ചിട്ടൊക്കെ പോവായിരുന്നു. പക്ഷേ ആ മെസ്സേജ് അവിടെ കിടപ്പുണ്ട്. ധാരാളം പേർക്ക് അത് മനസ്സിലായി. കാര്യം എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇവിടെ ഈ ഭൂപ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി, അല്ലാതെ അയോധ്യ ഒന്നുമല്ല. ലോകരാഷ്ട്രീയത്തെ രണ്ടായി നെടുകപ്പിളരാൻ കഴിയുന്ന ആ 8.5 ഏക്കർ സ്ഥലമാണ് ഏറ്റവും പ്രശ്നം. ഇനി വേറൊരു കാര്യം കൂടി ഓർക്ക്, ഈ സ്ഥലം ഈ യഹൂദന്റെ കയ്യിലാണ് കൺട്രോൾ. ഇത് മുഴുവനുള്ള കൺട്രോൾ അവന്റെ ഇല്ല. പക്ഷെ അവിടെ ക്രൈസ്തവന് പള്ളിയുണ്ട്, അവിടെ കത്തോലിക്ക പള്ളിയുണ്ട്, ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, അവിടെ കോപ്റ്റിക്ക് ആരാധനകൾ നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് മാറിയിട്ട് യേശുവിന്റെ കല്ലറ എന്ന് പറഞ്ഞ 2 കല്ലറയുണ്ട്, 1ഉം 2ഉം അല്ല. കത്തോലിക്കന്റെ കല്ലറ വേറെ, പ്രൊട്ടസ്റ്റന്റുകാരന്റെ കല്ലറ വേറെ, ദാവീദിന്റെ കല്ലറ വേറെ ഉണ്ട്. നമ്മുടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ ആരാധിക്കാനും സ്ഥാപനം നടത്താനും ആരെങ്കിലും അധികാരം കൊടുക്കോ? സൗദി അറേബ്യയിൽ നിങ്ങളൊരു ബൈബിളും കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ, നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്, ആ പത്തനാപുരംകാരൻ പ്രിയപ്പെട്ട സാങ്കുട്ടി ബ്രദർ, ഒരു ബൈബിളും കൊണ്ടുപോയപ്പോൾ 120 ചാട്ടയടിയാണ്, ജയിലിൽ കൊണ്ടിട്ടു, തിരിച്ചു കൊണ്ടുവരാൻ പാടുപെട്ടു. നിങ്ങൾക്കൊരു ബൈബിളും കൊണ്ട് അറബ് രാജ്യങ്ങളിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ഈ രാജ്യത്തൂടെ ചെല്ല്, അവിടെ ചെന്നിട്ട് നിങ്ങൾ പ്രസംഗിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിരീശ്വരനായിട്ട് ജീവിക്കാം, അവിടെ നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം, മുസ്ലിമായിട്ട് ജീവിക്കാം, സുന്നിയോ ഷിയായോ പെന്തിക്കോസ്തോ ബ്രദറിനോ ഒക്കെ ആയിട്ട് ജീവിക്കാം. മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് നിങ്ങളുടെ മതമോ മതനിഷേധമോ ഒക്കെ ആയിട്ട് പോകാം. യഹൂദ പെണ്ണിനെ അവിടെ പോയിട്ട് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ നിരീശ്വരനോ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ പ്രശ്നമില്ല, കൊല്ലും കൊലയൊന്നുമില്ല. യഹൂദൻ നമ്മുടെ കുട്ടിയെ വിവാഹം കഴിച്ചാൽ അവിടെ ആക്ഷേപമോ അവന്റെ പേരിൽ ഒരു പ്രശ്നമില്ല, അവന്റെ സ്വാതന്ത്ര്യം. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ട് പുള്ളിക്കൊന്നും മനസ്സിലാകുന്നു. പിന്നെന്താ ഈ പ്രശ്നം? നിങ്ങളൊന്ന് മനസ്സിലാക്കും, മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇത്രയും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമില്ല. ജനാധിപത്യ ബോധം. അവിടെയൊക്കെ നമ്മുടെ ആളുകൾ, ജോലിക്കൊക്കെ പോയ ആളുകളോട് ഈ രാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, എത്ര പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം, അവനെ ചെന്ന് തോണ്ടിയാൽ അവിടെ സുഖമായിട്ടൊന്നും പോരില്ല. അവനെക്കുറിച്ച് മനസ്സിലാക്കാഞ്ഞുണ്ടാ. ശരിക്കും അവരെക്കുറിച്ച് പഠിക്കണം.
ഞാൻ കോവളത്തുകൂടെ പണ്ട് ഒരു യോഗത്തിന് പോയിക്കൊണ്ടിരിക്കുക, കോവളത്ത്, നമ്മുടെ തിരുവനന്തപുരത്ത്. ആ പോകുന്ന വഴിക്ക് എതിരെ വലിയൊരു ജാഥ വരുന്നു. ഈ ജാഥ വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് അടുത്തൊരു കടയിൽ കയറി ചായ കുടിക്കുക. ഈ ജാഥ അങ്ങ് പോട്ടെന്ന് നോക്കി. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഇവരും അപ്പുറത്ത് നിർത്തി അവരുടെ സമ്മേളനം നടക്കുകയാണ്. ഒരു 3-4 പേര് അങ്ങോട്ട് വന്നു ചായ കുടിക്കാൻ വന്നു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഈ പ്രോഗ്രാം എന്താ? അപ്പൊ പറഞ്ഞാൽ കാരണം ഒരു ബോർഡ് കണ്ടു, പാലസ്തീൻ ഐക്യദാർഢ്യം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ? അപ്പൊ പറഞ്ഞു, പാലസ്തീനിൽ ആളുകളെ കൊല്ലുന്നു, അവിടെ ഇസ്രയേൽ ചെന്നിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഈ ചിത്രങ്ങളൊക്കെ കുറെ ലഘുലേഖയൊക്കെ എൻ്റെ ഈ തന്നു. ഞാനൊരു പുസ്തകമൊക്കെ വില കൊടുത്ത് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ സമരത്തോട് വലിയ യോജിപ്പുള്ള ഒരാളാണ്. കാരണം പ്രശ്നം നടക്കുന്നത് എവിടെയാ? പാലസ്തീനിൽ. സമരം നടക്കുന്ന എവിടാ? കോവളത്ത്. നല്ലൊരു കാര്യമാണ്. പാലസ്തീനിൽ പ്രശ്നം നടക്കുന്നു, സമരം നടക്കുന്ന എവിടെയാ? നമ്മുടെ രാജ്യത്ത്, കോവളത്ത്. അങ്ങോട്ടൊന്നും പോകാൻ പാടില്ലായിരുന്നു. അങ്ങോട്ട് ചെല്ലണം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കാണൂല, പുകയ്ക്കും. 10-14 വയസ്സുള്ള പെൺപിള്ളേരാണ് സൈന്യത്തിൽ. അവളുമാരുടെ കയ്യിൽ AK-47 ബാക്കി മിച്ചം കിട്ടത്തില്ല. അങ്ങോട്ട് ചെല്ലണം. എന്താ ഈ രാജ്യം എന്ന് അറിഞ്ഞിട്ടാ? അടിയന്തര ഘട്ടത്തിൽ റോഡില് ഫ്ലൈറ്റ് ഇതാക്കും, അത്ര സംവിധാനമാണ് ഈ രാജ്യത്തിലേക്ക്. ചുമ്മാ കളിക്കാൻ പോയിട്ട് കല്ലെടുത്തെറിയ പട്ടാളക്കാരെ. അവര് തുടങ്ങിക്കഴിഞ്ഞാൽ ആശീർവാദം പറയാൻ അവർക്കൊരു കണക്കുണ്ട്. തോന്നുന്ന പോലല്ല പരിപാടി. ചുമ്മാ കയറി തോണ്ടാൻ പോയാൽ കളിയങ്ങ് മാറും. നമ്മളെയൊക്കെ തോണ്ടുന്ന പോലാണ് ആളുകളുടെ വിചാരം. നമ്മളെ പരസ്യത്തിനിടയ്ക്ക് വന്ന് 2 തോണ്ടും തോണ്ടി എന്നാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് നമ്മൾ മിണ്ടായിരിക്കുന്ന പോലാന്ന് ഇവരുടെ വിചാരം. അങ്ങനെയല്ല, അത് സംഗതി വേറെയാ, ഐറ്റം വേറെയാ. ഞാൻ അങ്ങോട്ട് വരാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. സ്തോത്രം. ഇന്നലെ അവിടേക്കൊന്ന് വരേണ്ടതായിരുന്നു. എന്റെ ശബ്ദം അത്ര കണ്ട് പോരായിരുന്നു, അതിൻ്റെ ആക്കം പോരായിരുന്നു പറയാൻ, ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പൊ ഇന്ന് അതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മളിങ്ങനെ ആ ഹോമിലായി വന്നപ്പോഴേക്ക് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയി. പോട്ടെ, നമ്മുടെ കർത്താവ് ഒരാറായിന്റെ തെളിവാ. സ്തോത്രം. ഏതായാലും മുമ്പോട്ട് പോകാം. ഈ സ്ഥലമൊക്കെ മനസ്സിലായല്ലോ. യേശു ഇവിടെ നിന്ന് പ്രവചിച്ചു, കല്ലിമേ കല്ല് ശേഷിക്കാതെ ദേവാലയം തകരും. എന്നിട്ട് ഈ ഇവറ്റകള് ചെതറി പല വഴിക്ക് പോയി. ആ യെരൂശലേമിൽ നിന്ന് അവരെ പുറത്താക്കി. ഞാൻ ചുരുക്കി ആ ചരിത്രം പറയുന്നു. നമുക്ക് ആത്മീയ വിഷയങ്ങളിലേക്ക് വരണം. അതിനാണ് പ്രിയരെ. അതിനുശേഷം ഹദ്രിയൻ എന്നൊരു ചക്രവർത്തി ഭരിച്ചു. 120 ആയപ്പോഴേക്ക് ഇയാളൊരു ഉത്തരവിട്ടു, ഇനിമേൽ യഹൂദനെ യെരൂശലേമിൽ എന്നല്ല, ഒറ്റ യഹൂദനെ പാലസ്തീനിലെങ്ങും കണ്ടേക്കും. 120 മൈലുണ്ട് പാലസ്തീനിയ, ഇവിടെ എങ്ങും കാണരുത്. വൈപ്പ് ഔട്ട് ആക്കി, തുടച്ചു നീക്കി, മുഴുവൻ എണ്ണത്തെയും തുടച്ചു നീക്കി. അങ്ങനെ യഹൂദനില്ലാത്ത ഒരു രാജ്യം അവിടെ നിന്ന് ഉണ്ടായി, സംജാതമായി. അവർ ചെതറി ലോകത്തിന്റെ പലയിടങ്ങളിൽ നമ്മുടെ നാട് വരെ വന്നു. കർത്താവ് പറഞ്ഞ, നീ ഈ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിന്റെ ദൈവമായ യഹോവ ഭൂതലത്തിലെങ്ങും നിന്നെ ചെതറിച്ച് നമ്മുടെ കേരളം വരെ വന്നു. എല്ലായിടത്തും ചെന്ന യഹൂദന്റെ ജീവിതത്തിന്റെ ആദ്യ കാലം വളരെ അഭിവൃദ്ധിയുടേതായി. അങ്ങനെ കാലം ഒത്തിരി മുമ്പോട്ട് പോയി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ശക്തിപ്പെട്ടു. ഇവർക്ക് തിരിച്ചടി ആരംഭിച്ചു. കാരണം വിവരമില്ലാത്ത ആളുകളുടെ ലീഡർഷിപ്പിൽ വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഏതൊരു സ്ഥലത്തും വരാൻ അതിൻ്റെ ഒരു നിയമമുണ്ട്. അതായത് പഞ്ചായത്ത് നന്നായി ഭരിച്ചൊരു പ്രസിഡന്റിനെ പിടിച്ച് നമ്മൾ പ്രധാനമന്ത്രിയാക്കിയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടെ പോയി നിൽക്കുമെന്ന് ആലോചിച്ച് നടക്കൂല. അതാ നമ്മളിപ്പോൾ സെൻട്രൽ വാഷ് ആയില്ലേ, പ്രസിഡന്റ് ആയില്ലേ, ഓർത്തോണം, സമയമായിട്ടില്ല. അതുകൊണ്ടാണ്. ആരെയും കുഴപ്പമില്ല, അങ്ങനെ ധരിച്ചാൽ മതി. എന്തൊരു ആശ്വാസം അപ്പൊ അങ്ങനെ ധരിക്കുമ്പോൾ, മനസ്സിലായില്ലേ? നമ്മൾ ആയില്ലല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. പ്രസിഡന്റോ കൗൺസിലോ എത്തിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആയില്ല. അതാണ് കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനിതെല്ലാം പറയുമ്പോഴേ മറ്റൊരു കാര്യം, ഹിന്ദി അല്ലേ നിങ്ങളീ ഭൂരിപക്ഷ ആളുകൾ. എനിക്ക് പണ്ടൊക്കെ ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കുറച്ച് നാളായിട്ട് ഈ ഹിന്ദി എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് മഹാ വെറുപ്പാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല. ഹിന്ദി എന്ന് പറയുമ്പോൾ ഹിന്ദിക്കാരായ സഹോദരങ്ങളുടെ വെറുപ്പല്ല. എന്റെ മനസ്സിലേക്ക് ഒരു ശബ്ദം ഓടി വരും, ഭായിയോം ബഹനോം. ഇത് കേൾക്കുമ്പോഴേ ഞാൻ പോക്കറ്റിൽ തപ്പുക, എന്റെ പൈസ പോയോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയാ. പിന്നെ എനിക്ക് മനസ്സിലായോ, ഹിന്ദിക്കാരായ സഹോദരങ്ങളെ കുറിച്ച് മോശം പറഞ്ഞല്ല, എങ്ങനെ നാളത്തെ കാര്യം നടക്കും, കാശ് പോയോ എന്നൊരു പേടിയാണ് എനിക്ക്. പോട്ടെ, ശരിക്കും പറയാം. ചില ആളുകൾ ഭരിച്ചാൽ എങ്ങനെയാണെന്നായി പറഞ്ഞു വരുന്നത്. ലോക്കൽ ഭരിക്കേണ്ടവനുണ്ട്, വീട് ഭരിക്കേണ്ടവനുണ്ട്, നാട് ഭരിക്കുക, ഇങ്ങനെ പല കാര്യമുണ്ട്. പോട്ടെ, നമുക്ക് പറഞ്ഞത് ക്രൈസ്തവന്റെ ഈ ലോകം കിട്ടി. നമ്മൾ ഭരിച്ച അവിടെ തീരുന്നല്ല ഇവിടുത്തെ കാര്യം. നമ്മളെല്ലാം കൂടി ഇന്ത്യ ഭരിക്കാൻ നോക്കിയാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥനയാ, ഇന്ത്യ ക്രൈസ്തവ രാജ്യമാണ്. ഇതിനൊക്കെ ഇവിടെ വകുപ്പെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരാളോട് പറഞ്ഞു, 4-3-7 പേര് കൂടുന്ന ഒരു ചർച്ച് നീ നന്നായിട്ടൊന്ന് കൊണ്ടു, പിന്നെ ഇന്ത്യ ഭരിക്കുന്നത്. വേറെ പണി വല്ലതും പറയാം. നമുക്കൊന്നും പറ്റിയ പണിയല്ലെന്ന്. നമുക്ക് പറ്റിയ പണി ഇതൊക്കെ തന്നെയാ. കൂടുതൽ കാര്യമൊന്നും ആരും പറയണ്ട. നമ്മളൊന്നും ഇന്ത്യ ഭരിച്ചാൽ നടക്കൂല. ദൈവം കണ്ടിട്ടുണ്ട്, ആരെങ്കിലും വെക്കാം, ഒച്ചോട്ടാകും മതി. സ്തോത്രം. എന്താ പറഞ്ഞെന്നറിയണ്ടേ? നമ്മൾ ഭരിക്കേണ്ട ആളുകളല്ലെന്ന്. നമുക്ക് ഇവിടെ ഒന്നും ഭരിക്കാൻ വകുപ്പില്ലെന്ന്. ഇവിടെ പൗരത്വം വേറെ പറഞ്ഞു വെച്ചിരിക്കുക.
ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളത് സാങ്കേതിക ബ്രദറെ. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ വായിക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുതെന്ന് വചനം പറയുക. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോഴ് ക്രൈസ്തവർ സർവാധിപത്യം ഏറ്റെടുത്തപ്പോ യഹൂദനെ കണ്ടിട്ട് ചെല്ലി പറയാൻ തുടങ്ങി, അവനെ സൂക്ഷിക്കണം. എന്താ കാര്യം? പോന്ന ആളിനെ നമ്മളൊക്കെ ചിലപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ കണ്ടിട്ടില്ലേ, പോന്ന ആളിനെ കണ്ടോ? ഇല്ല. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കുറ്റം വിധിക്കുന്ന ആളുകൾ ലോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി. അവനാ നമ്മുടെ കർത്താവിനെ കൊന്നേന്ന്. ആരാ? 2000 വർഷം കഴിഞ്ഞുള്ള യഹൂദനെ കണ്ടേച്ച് പറയുക, ഇവൻ കൊന്നാണ്, അവന്റെ പിള്ളേരായി നടക്കുന്നത്. അതുകൊണ്ട് പരമാവധി അവരെ ദ്രോഹിക്കണം. യഹൂദൻ ഒരു ശല്യമാണെന്നുള്ള നിലയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നിറങ്ങുന്ന സിനിമകൾ, അന്നത്തെ നാടകങ്ങൾ, കലാരൂപങ്ങൾ, കൃതികളിലെല്ലാം യഹൂദനെ വില്ലനാക്കി മാറ്റി. യഹൂദൻ കൊള്ളക്കാരന്റെ റോളിൽ അവനെ അങ്ങനെ അങ്ങ് മോശമാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ഷേക്സ്പിയറുടെ ആണെന്ന് തോന്നുന്നു, മർച്ചന്റ് ഓഫ് വെനീസ് വായിച്ചിട്ടുണ്ടല്ലോ. മർച്ചന്റ് ഓഫ് വെനീസിൽ ഒരു ഷൈലോക്ക് ഉണ്ട്, കൊള്ളപ്പിരിവുകാരനാണ്, ബ്ലേഡുകാരനാണ്, അതൊരു യഹൂദനാണ്. ഇങ്ങനെയുള്ള കഥകളിലെല്ലാം യഹൂദൻ കൊള്ളപ്പിരിവ് നടത്തുന്ന ആളായിട്ടും ഗുണ്ടായുസം നടത്തുന്ന ആളായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ തുടങ്ങി. കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി. യഹൂദനാണെന്ന് അറിഞ്ഞാല് നീ അവിടെ മാറി നിൽക്കാൻ പറയും. വല്ലാത്ത വിവേചനം, ലോകം മൊത്തം അവഹേളനം. എവിടെ ചെന്നാലും പറയും യേശുവിനെ കൊന്നവന്റെ തലമുറയാ, പിന്നെ എങ്ങനെ ശരിയാകാനിരിക്കുന്നത്? അവനോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്കൂളിൽ അധ്യാപകർ പറയാൻ തുടങ്ങും, നീയൊക്കെ കൂടി യേശുവിനെ കൊന്നതാ. അതുകൊണ്ട് പരമാവധി ദ്രോഹിക്കുക. കുട്ടികൾ എത്ര മിടുക്കരായാലും നല്ല നിലയിൽ മാർക്ക് വാങ്ങിയാലും അവർക്ക് പാസ് മാർക്കേ കൊടുക്കൂ. കാരണം പറയും നീയൊക്കെ കോപ്പി അടിക്കും, കാരണം നീ യഹൂദനാ. ചുരുക്കത്തിൽ നല്ല ജോലി കൊടുക്കില്ല, മികച്ച വിദ്യാഭ്യാസം കൊടുക്കില്ല. അവഗണനയും കൊണ്ട് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ചികഞ്ഞെടുത്ത് യഹൂദൻ ക്രൈസ്തവനെ ശിക്ഷിക്കാൻ തുടങ്ങിയെങ്കിൽ അവിടെയൊക്കെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. അവരത് വല്ലതും വെച്ച് പെരുമാറുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ മാന്യന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പഠിക്ക്. ഇതുവല്ലം വെച്ച് ഒറ്റ ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ അവൻ എതിർക്കുന്നില്ല. അവൻ മറ്റൊരു ലോകത്താണ്. അവന്റെ മനസ്സിൽ ഈ വേദനയും മുറിപ്പാടും ഒന്നും വെച്ച് അവൻ മോശമായി പെരുമാറുന്നില്ല. ഹിറ്റ്ലർ അവനെ പീഡിപ്പിച്ചു, മുസോളിനി പീഡിപ്പിച്ചു, സ്റ്റാലിൻ പീഡിപ്പിച്ചു. ലോകത്തിന്റെ പല മണ്ഡലങ്ങളിലും ദാരുണമായി ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ജൂതനെ സകല മനുഷ്യരും ഇടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഹിറ്റ്ലറാണ് ആ നരനായാട്ട് ഒരു തുടർക്കഥ പോലെ നടത്തിയത്. ഹിറ്റ്ലർ കൊന്നു തള്ളിയ യഹൂദന്മാരുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. ഒരു ഏകദേശ കണക്ക്, ഹിറ്റ്ലർ ആജീവനാന്ത കാലം കൊന്നുമുടിച്ച ആളുകളുടെ കണക്ക് 1,10,00,000 പേരാണ് ചരിത്രത്തിലുള്ളത്. 1,10,00,000 പേരെ. 1,10,00,000 പേരില് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി, 10 ലക്ഷം യഹോവ സാക്ഷികളെ കൊന്നൊടുക്കി, 20 ലക്ഷം കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കി. അങ്ങനെ ഹിറ്റ്ലർ നരനായാട്ട് സജീവമാക്കി മാറ്റിയ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. മുസോളിനി കൊന്നൊടുക്കി, അതുപോലെ സർചക്രവർത്തിമാർ റഷ്യയിൽ കൊന്നൊടുക്കി. ദാരുണമായ പീഡ. ആ കൊന്ന രീതികളൊക്കെ ഒരു പൊതുജന സമക്ഷം ചിലതൊന്നും പറഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഒരു യഹൂദനെ പിടിച്ചാല് അവനെ കൊല്ലുന്ന രീതിയുണ്ട്. അവനെ പൊതുരംഗത്തൊക്കെ അപമാനിക്കുന്ന രീതി കളഞ്ഞിട്ട് കൊല്ലുന്ന രീതി. തീവണ്ടിക്കുള്ളിലേക്ക് കടത്താവുന്നതിലധികം ആളുകളെ ഒരു വാഗണിനുള്ളിൽ കടത്തിയിട്ട് യു ആകൃതിയിലുള്ള ഒരു പൈപ്പിലൂടെ അതേ തീവണ്ടി ഓടുമ്പോൾ ഉള്ള ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിട്ട് യു ആകൃതിയുള്ള ഒരു പൈപ്പ് വഴി ആ കാർബൺ മോണോക്സൈഡ് വാതകം മുഴുവൻ, അതിന്റെ ആ പുക മുഴുവൻ തീവണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് ആളുകളെ അങ്ങനെ കൊന്നു. നമ്മുടെ നാട്ടിലെ വാഗൺ ട്രാജഡിക്ക് സമാനമായ സംഭവം അങ്ങനെ കൊന്നു തീർത്തു. 1000 പേരെ കഷ്ടിച്ചിരുത്താവുന്ന വലിയ ഓഡിറ്റോറിയങ്ങളിലേക്ക് 10,000-10,000 ആളുകളെ ഞെക്കി ഞെരുക്കി കയറ്റിയിട്ട് വാക്സിനുകൾ കൊടുക്കുകയാണ് എന്ന രൂപത്തില് നിങ്ങൾക്ക് ശ്വസിക്കാൻ ഇപ്പോൾ ഒരു വാക്സിൻ ലഭ്യമാണ്, നിങ്ങൾ ഇത് ആഞ്ഞു ശ്വസിച്ചു കൊള്ളണം എന്ന് പറയും. എന്നിട്ട് ഇവരുടെ ഇടയിലേക്ക് നീല നിറമുള്ള ഒരുതരം ഗുളികകൾ ഇങ്ങനെ വാരി എറിയുകയാണ്. ഇതിൽ അല്പനേരത്തിനുള്ളിൽ ഈ ഗുളികകൾ വായുവിൽ അപ്രത്യക്ഷമാകും. ഇവർ അത് ശ്വസിക്കും, ആ ഗന്ധം ശ്വസിച്ചു പോകും. ഗന്ധം ശ്വസിക്കുമ്പോഴേക്ക് അവർ ഒരു നിമിഷത്തിനുള്ളിൽ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുകയാണ്. അവരുടെ ആന്തരിക അവയവങ്ങൾ ചീഞ്ഞു പഴുത്ത് പുറത്തേക്ക് പോവുകയാണ്. ആൾ ക്ഷണത്തിൽ മരിക്കുകയാണ്. ഇത്തരം ശവശരീരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി ശേഖരിച്ച കൊഴുപ്പിൽ നിന്ന് സോപ്പുണ്ടാക്കി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി വിപണിയിൽ കൊണ്ട് വിറ്റു ഹിറ്റ്ലർ. മനുഷ്യ സാധാരണഗതിയില് സുന്ദരീ സുന്ദരന്മാരാണ് യഹൂദന്മാർ. അവരുടെ ത്വക്ക് വളരെ മനോഹരമാണ്. മഞ്ഞയും റോസും ഇടകലർന്ന മനോഹര ത്വക്കാണ് അവരുടെ. അവരുടെ ത്വക്കുകൾ ഉരിഞ്ഞെടുത്ത് വാനിറ്റി ബാഗുകൾ ഉണ്ടാക്കി മാനുകളുടെ തോൽ എന്ന വ്യാജേന വിപണിയിൽ കയറ്റി വിറ്റു ഹിറ്റ്ലർ. അങ്ങനെ ഹിറ്റ്ലർ ചെയ്തു വെച്ച നരനായാട്ടിന്റെ ഭീകരത അത് കൂടുതൽ വിവരിക്കാൻ എന്റെ മുമ്പിൽ നേരം പോരാ. ഒന്നുകൂടി പറയട്ടെ, ഗർഭവതികളായ സഹോദരിമാരുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ഉടച്ചു പരുവപ്പെടുത്തി ഷാമ്പു ഉണ്ടാക്കി കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കി പൊതുവിപണിയിൽ വിറ്റഴിച്ചു. നോക്കണം, ഇതൊക്കെ അധികം ദൂരെ നടന്ന കാലമല്ല, കാര്യങ്ങളല്ല. 100-200 വർഷം മുമ്പ് ലോകത്തിന്റെ കൺമുമ്പിൽ നടന്ന നരനായാട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് അറിയണ്ടേ? ഒരിക്കൽ അവരുടെ മക്കൾ കിട്ടിയ മനോഹര ജീവിതത്തിന്റെ കാലഘട്ടങ്ങളെ മുഴുവൻ അവർ തള്ളിക്കളഞ്ഞിട്ട്
രക്ഷാനായകനായി ഇവനെ നിരസിച്ചപ്പോട്ട് അവർ തിരഞ്ഞെടുത്ത ജീവിതത്തിന്റെ വഴികൾ അവരെ കൊണ്ടെത്തിച്ച വിധിയുടെ വൈപരീത്യം. അവിടെയും നമുക്കൊരു കാര്യം അഭിമാനിക്കാം. ഈ യഹൂദന്റെ ദേഹത്ത് ഒരു പൂഴി നുള്ളിയിടാതെ, അവനെ ഉപദ്രവിക്കാതെ, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. നമ്മളവരെ താമസിപ്പിച്ചു. ഇപ്പോഴും ആളുകൾ, 1-2 ആളുകൾ ഇപ്പോഴും അവിടെ താമസമുണ്ട്. ബാക്കി ആളുകളൊക്കെ പോയി. ഇസ്രയേലിൽ ചെന്നാൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന യഹൂദന്മാരുടെ ഏറിയുണ്ട്. ഞാൻ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നതിന്റെ? പ്രിയപ്പെട്ടവരെ, ദാരുണമായി അവരെ കൊന്നൊടുക്കുന്ന ഈ പരിസ്ഥിതിയിൽ അവർ ചിന്തിച്ചു, എല്ലായിടത്തും ഞങ്ങളെ കൊല്ലുക, ഇനി എന്താണ് ഒരു വഴി? അങ്ങനെ ഇരിക്കെ അവർക്ക് മനസ്സിലായി, നമുക്കൊരു സംസ്കാരമുണ്ട്, രീതിയുണ്ട്, അത് പാലിച്ചു കൊണ്ടുപോകാൻ മനുഷ്യൻ അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിലും ഒത്തുപോകാൻ, ലോകത്തിന് നമ്മോട് വെറുപ്പാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതിനൊരു ജില്ല ആരെങ്കിലും അനുവദിച്ചു തന്നാൽ മതി. വെറുതെ വേണ്ട, പണം തരാം. കാരണം ജൂതന്മാര് വൻതോതിൽ ബാങ്കിങ് സംവിധാനത്തിലൂടെ പണം ഉണ്ടാക്കി, കോടികൾ പമ്പ് ചെയ്ത് കൊടുക്കാൻ പണം അവരുടെ മക്കളുണ്ട്. പണം കൊടുത്ത് രാജ്യത്തിന് വിലപേശി നടക്കുമ്പോൾ ഒറ്റയാളും യഹൂദനെ ഉൾക്കൊള്ളൂല, സമ്മതിക്കില്ല, സ്ഥലവും തരില്ല. ഒരു ജില്ല പോയിട്ട് ഒരു പഞ്ചായത്ത് പോലും സ്വന്തം തരില്ല. അവസാനം അവരുടെ മുമ്പിൽ ആശയം ഉദിച്ചു. ആശയം മറ്റൊന്നല്ല, അന്ന് ഇസ്രയേൽ അറിയപ്പെടുന്ന രാജ്യം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കികളുടെ രാജാവിനെ നേരിട്ട് കണ്ട് അവരൊരു നിവേദനം കൊടുത്തു. പ്രഭു ഹുസൈൻ ചക്രവർത്തി, അങ്ങയുടെ നാട്ടിൽ, അങ്ങയുടെ വിശാല സാമ്രാജ്യത്തിൽ ഒരു തുണ്ട് ഭൂമി മണൽ പിടിച്ച് പ്രത്യേകിച്ച് ഗുണമില്ലാതെ കിടപ്പുണ്ട്. ഞങ്ങളുടെ പൂർവികരുടെ നാടാ. അങ്ങ് ചോദിക്കുന്ന പണം തരാം, ഞങ്ങൾക്ക് തരുമോ? ഇയാൾ നല്ല മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, തരാം, അതിന് വിലയൊന്നും വേണ്ട, സൗജന്യമായിട്ട് തരാം. ഒരു കാര്യം, ഒലിമല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആര് പറഞ്ഞുകൊണ്ട്? ഒലിമലയുടെ മുകളിൽ നിന്ന് അങ്ങ് വടക്കോട്ട് നോക്കിയിട്ടുണ്ടോ? എന്താ കാണാൻ പറ്റും? അങ്ങോട്ട് നോക്കിയാൽ ഗലീലിയ കടലും യോർദാൻ ഒഴുകുന്നൊക്കെ കാണാം. അതിനാ ഞാനത് ആദ്യം പറഞ്ഞ് ശ്രദ്ധിക്കണമെന്ന്. കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ യോർദാനിലെ വെള്ളം ഒലിമലയുടെ മുകളിൽ കയറുന്ന ഒരു കാലം വന്നാൽ അന്ന് തരാം. ഇല്ല, മനസ്സിലായോ? നമ്മളൊരു ആണെ പിന്നെ അവിടെ തിരിഞ്ഞു നിൽക്കും. എന്നാ വെച്ചാൽ അതെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കും. അവർ തിരിഞ്ഞു നിന്നില്ല. അവർക്ക് കാര്യം മനസ്സിലായി. തിരിയാൻ നേരം അവരിലെ ഒരു കരുത്തൻ തിരിഞ്ഞു നിന്നു. അയാൾ പറഞ്ഞു, ഓ പരിഹസിക്കൊന്നും വേണ്ട, ഒരു ദിവസം യോർദാനും അങ്ങനെ ഒഴുകും, ഈ വെള്ളം അവിടെ കടക്കും, ഞങ്ങൾ പതാക ഉയർത്തും, തിരിച്ച് ഞങ്ങൾ ഈ രാജ്യം പിടിക്കും, കുറിച്ചു വെച്ചോ, പോവാണ്. അവരങ്ങ് പോയി. അപ്പോഴാണ് 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുന്ന വേളയിൽ ബ്രിട്ടനും അമേരിക്കയും റഷ്യയും ഒക്കെ ഒരു ചേരിയില്ല. ഇറ്റലിയും ജർമ്മനിയും അപ്പുറത്താണ് പ്രധാനമായിട്ട്. അച്ചുതണ്ട് ശക്തിയും സഖ്യശക്തിയും, അലയൻസ് പവർ ആൻഡ് ആക്ച്വൽ പവർ ഏറ്റുമുട്ടൽ. മുൻതൂക്കം ആദ്യമൊക്കെ ബ്രിട്ടനായി, പിന്നെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഇറ്റലിയും ജർമ്മനിയും കയറി വരിക. ഒടുക്കം ബ്രിട്ടൻ പരാജയ കാരണം തിരക്കി. തങ്ങളുടെ പക്കലെ യുദ്ധ ഉപകരണങ്ങൾ, വിശേഷിച്ച് സ്വാഭാവിക വെടിമരുന്ന്, തണുത്തുറഞ്ഞാൽ അത് കാര്യക്ഷമത വരുത്തുന്നില്ല. ഇത് തിയോഡർ ഹെർസൽ, ചെയിം വെസ്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇവരുടെ സയന്റിസ്റ്റുകളുമായി ചർച്ച ചെയ്തു അതിവേഗം സ്ഫോടനം നടത്താൻ കഴിയുന്ന, മാരക ആക്രമണം നടത്തി ശത്രുപക്ഷത്ത് വലിയ നാശം വിതക്കാൻ കഴിയുന്ന യുദ്ധോപകരണങ്ങളുടെ ഡെലിവറി, TNT അല്ല, TNT ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പറയുന്ന, TNT ആയിട്ട് ഇതിന് ബന്ധമില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ യുദ്ധം ജയിക്കുമ്പോൾ ഈ ഭൂമി തരണം. ബ്രിട്ടൻ സമ്മതിച്ചു. ബ്രിട്ടൻ ഇവരോട് മാത്രമല്ല സമ്മതിച്ചത്, വേറൊരു കക്ഷി ചോദിച്ചു, അവരോടും തരാമെന്ന് പറഞ്ഞു. അതാ സായിപ്പിന്റെ ആ നയം, നിങ്ങൾക്കും തരാം നമുക്കും തരാം, ആർക്കും കൊടുക്കുകയില്ല. അതാണ് സായിപ്പ്. പക്ഷെ ഇവിടെ പിടിക്കാൻ ബ്രിട്ടീഷുകാർ വിട്ട ഒരു ജനറൽ ഉണ്ട്, അല്ലൻബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി. അല്ലൻബി ഒരു ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിയായി, എന്ന് വെച്ചാൽ ഈ CSIയുടെ ഒക്കെ ഒരു വേർഷൻ. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഈ സ്ഥലമെല്ലാം ഉറ്റുനോക്കി. അത് ഒലിമലയുടെ മുകളിൽ ബൈനോക്കുലർ കൊണ്ട് ഇങ്ങനെ താഴേക്ക് നോക്കി, നേരെ ഓപ്പോസിറ്റും നോക്കി. അത്ര മനോഹരമായി കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ
അല്ലൻബിക്ക് മനസ്സിലായത്. താൻ തൊട്ട് താഴെ കാണുന്നത് സ്ഥലമാണ് മനോഹരമായ യെരൂശലേം. പറ്റി വരണ്ട് കിടക്കുന്ന ആ നീർച്ചാലി കണ്ടു, കിദ്രോൻ. തലയുയർത്തി തകർന്ന് കിടക്കുന്ന മതിലുകൾ കണ്ടു, തകർന്നു കിടക്കുന്ന കല്ലുകൾ കണ്ടു. അതുവഴി ഒരു വഴിത്താര കണ്ടു. അദ്ദേഹം ഓർത്തു, ഇവിടെയാണ് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തത്. ഇവിടെയാണ് കർത്താവിനെ വിധിച്ച പീലാത്തോസിന്റെ കൊത്തളം. ഒരു രാത്രി തിരിച്ചും മറിച്ചും വിചാരണയ്ക്ക് കൊണ്ടു നടന്ന സ്ഥലങ്ങളും കൽത്തളങ്ങളും ഒടുവിൽ അവനെ ക്രൂശിച്ച ഗോൽഗോഥ അവരെ കണ്ടു. ഒന്ന് ഉറപ്പിച്ചു, മഹാരാജാവേ, അങ്ങ് ഒരു നാൾ ഇവിടെ ഇരുന്ന് ഭരിക്കും. ഉലകം മുഴുവൻ നീ നിയന്ത്രിക്കും ഒരു ദിവസം. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടും. നീയുള്ളവനും പാടാനുള്ളതാ. ഈ നഗരത്തിന് നേരെ ഞാൻ നിറയൊഴിക്കില്ല. എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം വചനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. കൺട്രോൾ റൂമിലേക്ക് ഒരു സന്ദേശമായി, എന്നെ ഒന്ന് മാറ്റണം, എനിക്ക് പറ്റുന്നില്ല ഈ യുദ്ധം ചെയ്യാൻ. മറുപടി, മിസ്റ്റർ അലൻബി, നിങ്ങൾ തന്നെ ഇത് ചെയ്യണം. ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. അലൻബി പറഞ്ഞു, ചെയ്യാം. ഇവരെ വെടിവെച്ചും ആക്രമിച്ചുമല്ലാതെ ഒഴിപ്പിക്കാൻ ഞാൻ ചില തന്ത്രങ്ങൾ മെനയുക. നിങ്ങൾ സഹായിക്കണം. എനിക്ക് സമയം കൂടുതൽ തരണം. മറുപടി, അനുവദിച്ചിരിക്കുന്നു അലൻബി. താങ്കൾ പ്രാർത്ഥിക്കുന്ന ആളാണെന്നറിയാം. ഉചിതമായത് ചെയ്തോളൂ. ആ സ്ഥലം വീണ്ടെടുത്തിരിക്കണം. ഇത്രേ ഉള്ളൂ കാര്യം. അലൻബിക്കും സേനാനായകന്മാർക്കും യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ആളുകൾക്കും വേണ്ടി ചില നാളുകൾ അവിടെ പാർക്കണ ഒലിമലയുടെ മുകളിൽ പട്ടാള ക്യാമ്പുകൾ സജ്ജീകരിച്ചു. ടാർപോളിൻ കൊണ്ടുള്ള ടാങ്കുകൾ സജ്ജീകരിച്ചു. അനുദിന ജീവിതത്തിന്റെ ആവശ്യത്തിന് വെള്ളം വേണം. ജനറേറ്റർ വർക്ക് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. 3-4 ഇടങ്ങളിൽ ടാങ്കുകൾ സജ്ജീകരിച്ചു. യോർദാനിലെ വെള്ളം പമ്പ് ചെയ്ത് പല തട്ടുകളിലൂടെ കടത്തി ഒടുക്കം ഒലിമലയുടെ മുകളിൽ എത്തിച്ചു. യോർദാനിലെ വെള്ളം, ഇന്നും യോർദാനിലെ വെള്ളം അവിടെ കിട്ടും. മുകളിൽ എത്തിച്ചു വെള്ളം. യോർദാനിലെ വെള്ളം അവിടെ ഒഴുകിയെത്തി. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? വെല്ലുവിളികൾ കേട്ടാൽ പിന്തിരിഞ്ഞോടാത്ത മഹാദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല അവിടെ. പ്രിയരെ, അലൻബിയുടെ ഒരു ബൈപോളാർ ഹെലികോപ്റ്റർ ഈ പട്ടണത്തിന് കുറുകെ പറന്നു. ലഘുലേഖകൾ താഴേക്കിറക്കി. അതിൽ അവസാനം എഴുതി, കീഴടങ്ങുക അല്ലെങ്കിൽ വെടിവെക്കും. വളരെ സഭ്യമായ ഭാഷയിൽ അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. അനൗൺസ്മെന്റിൽ അറിയിച്ചു, കുഞ്ഞുങ്ങളെ, പറന്നുയരാൻ ശ്രമിക്കരുത്. കാരണം ആകാശം ഞാൻ കെട്ടിയടച്ചിരിക്കുന്നു. താഴെ വീഴുന്നു. കരയിലൂടെ രക്ഷപ്പെടരുത്. കരയിൽ ഞാൻ മതിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നീന്തി രക്ഷപ്പെടാൻ ഒഴുമ്പെടരുത്. കടലും ഞങ്ങളുടെ പക്കലാണ്. അതെ, കാവ്യഭാഷയിൽ ഇത് മൊത്തം ഞാൻ ബന്ധിച്ചിരിക്കുന്നു. കീഴടങ്ങ. അല്ലൻബി. അല്ലൻബി എന്നത് അറബികൾ വായിച്ചിട്ട് മനസ്സിലാക്കിയത് അള്ളാഹ് എതിരായിരിക്കുന്നു എന്നാണ്. വിദ്യാഭ്യാസത്തിലുള്ള കുഴപ്പം ആലോചിച്ചു. അള്ളാഹ് എതിരായിരിക്കും. ഇതാ സ്ഥിതി. അവർ കീഴടങ്ങി. അറബികൾ കീഴടങ്ങുമ്പോൾ ചില ആളുകൾ എന്നിട്ടും പിടിച്ചു. അവര് അല്ലൻബി നിൽക്കുന്ന സ്ഥലം വഴി പോകാതെ, പട്ടാളക്കാരുടെ മുമ്പിൽ കീഴടങ്ങാതെ ഒരു വഴി കണ്ടുപിടിച്ചു. അനവധി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരൂശലേമിന്റെ കിഴക്കേ വാതിലാണ്. അതിന്റെ പേര് ഗോൾഡൻ ഗേറ്റ്. ആ ഗോൾഡൻ ഗേറ്റ് പിക്കാസ് വെച്ച് വെട്ടി അത് തള്ളി തുറക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു പതിച്ച മിസൈൽ അവരെ പിന്തിരിപ്പിച്ചു. എവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അല്ലൻബിയുടെ ബൈപോളാർ ഹെലികോപ്റ്റർ പറന്നു മാറുന്ന ആ മണ്ഡലത്തിലേക്ക് പാലസ്തീന് ചുറ്റും അമേരിക്ക അയച്ചു കൊടുത്ത മറ്റൊരു വിമാനം കറങ്ങും. റഷ്യ അയച്ചു കൊടുത്ത ഒരു സഹായക ഹെലികോപ്റ്റർ കറങ്ങും. ഒന്ന് ക്ലോക്ക് വൈസിൽ, മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസിലും കറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ അത്ഭുതം അതല്ല, പ്രവാചകൻ പ്രവചിച്ചു, അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ യെരൂശലേമിനെ കാത്തുകൊള്ളും. യെരൂശലേമിനെ തൊടുന്നവർക്ക് അതൊരു മുറിവായിത്തീരും, ഭാരമുള്ള കല്ലാക്കി വെക്കും. ചുരുക്കത്തിൽ ആ ഗേറ്റ് പൊളിക്കാൻ സാധിച്ചില്ല. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് അടഞ്ഞുകിടന്ന വാതിൽ തുറക്കാൻ പറ്റിയിട്ടില്ല. ആ വാതിൽ, അതിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. വായിച്ചുള്ളൂ ഒരു വേദഭാഗം. എസെക്കേൽ പ്രവചനം 44-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുക. എന്തുകൊണ്ടാണ്
യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ ഇന്നുവരെ ആർക്കും തുറക്കാൻ പറ്റാതെ കിടക്കുന്നത്. വേഗത്തിൽ ആ വചനം വായിക്കാം. 44-ന്റെ അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. വായിക്കാം. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടക്കുന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം. ആരും അത് തുറക്കരുത്. അന്നടഞ്ഞ കിഴക്കേ വാതിൽ തുറക്കാൻ കെൽപ്പുള്ള ഒരുത്തനെയും ഇതുവരെ കാലം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒത്തിരി വിശദീകരണം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെയേറെ കാര്യങ്ങൾ ഇതേപ്പറ്റി പറയാനുള്ളതാണ്. വേഗത്തിൽ നമുക്ക് പോയി പര്യവസാനിപ്പിക്കണം, സമയമെടുത്തു. ഇന്ന് അതിനുശേഷം കാലക്രമേണ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ പാലസ്തീൻ അടക്കമുള്ള സ്ഥലം അല്ലൻബി പിടിച്ചെടുത്തു. ബ്രിട്ടൻ അതിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവന്നു. ഒടുവിൽ യുദ്ധം തീരുമ്പോൾ ബ്രിട്ടൻ മാൻഡേറ്റ് അവസാനിപ്പിച്ച് കാലക്രമേണ ഒരു അനുവാദം കിട്ടി. രാജ്യം തരില്ല, പക്ഷേ ഇവിടെ വന്ന് പാർക്കാം. ഏത് യഹൂദനും ഇവിടെ വന്ന് പാർക്കാം, അതിന് വിരോധമില്ല. അങ്ങനെ യഹൂദന്മാർ സംഘമായി കൂട്ടമായി ഒറ്റയ്ക്കും ഇവിടേക്ക് വരാൻ തുടങ്ങി. ഈ സ്ഥലമെല്ലാം മരുഭൂമിയാണ്. അവിടെ പാർക്കുന്ന കുറെ പാവം പാലസ്തീനികളുണ്ട്. അവർ ഈ സ്ഥലത്തിന്റെ വില അറിയാതെ വിറ്റ് പണം ഉണ്ടാക്കി. ചെറിയ വിലക്കൊക്കെ മേടിച്ചതാ. അടുത്തടുത്ത് യഹൂദന്മാർ വന്ന് കൂടി വന്നപ്പോൾ പാലസ്തീനികൾ സ്ഥലം വിറ്റും സമ്മർദ്ദം ചെലുത്തിയും അവസാനം ചുരുങ്ങി ചെറുതായി. അതാ ഈ പാലസ്തീൻ ഇസ്രയേൽ സംഘടന നടക്കുന്നതിന്റെ രാഷ്ട്രീയ കാരണമാണ്. 48 അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമാണ്. പിറന്നു വീണതിൻ്റെ 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം കാണുന്നത് മിഡിൽ ഈസ്റ്റിലെ കരുത്തന്മാർ ഒന്നടങ്കം വന്ന് ആക്രമിക്കാൻ വരുന്ന കാഴ്ചയാണ്. യുദ്ധം ഇസ്രയേൽ അതിജീവിച്ചു. 1967 ജൂൺ മാസത്തിലെ ചരിത്രപ്രസിദ്ധമായ 6 ദിവസത്തെ യുദ്ധം. അതുവരെയുള്ള ഒരു സ്ഥിതി അറിയാം. ഇന്നും പലസ്തീനെ കുറിച്ച് പലർക്കും അറിയില്ല. ചർച്ച ചെയ്യുന്ന മഹാന്മാർക്ക് പലർക്കും ഇതറിയില്ല. അതെന്താന്ന് വെച്ചാൽ പാലസ്തീൻ എന്ന് പറഞ്ഞ ഓരോ രാഷ്ട്രീയക്കാരുടെ ചർച്ചയ്ക്ക് വരിക വൈകിട്ട് ടിവിക്കകത്ത്. ഇതെന്താ പാലസ്തീൻ എന്ന് അറിയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ 3 എടുത്ത് കിടക്കുക. നമ്മുടെ ഗോവ, ദാമൻ, ഡ്യൂ എന്ന് പറഞ്ഞാൽ കിടക്കുകയാണ്. 1 സോൺ എ, 2 സോൺ ബി, 2 സോൺ സി. എന്താ സോൺ എയുടെ പ്രത്യേകത അറിയോ? സോൺ എയില് പാലസ്തീനികളുമുണ്ട്, യഹൂദന്മാരുമുണ്ട്. ആ പ്രദേശത്ത് യഹൂദന്മാർ കൂടുതലും, പാലസ്തീനികൾ കുറവാണ്. അവിടെ ഇരു കൂട്ടർക്കും ജീവിക്കാം. കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ ഓർ ദ ഗവൺമെന്റ് ഓഫ് ഇസ്രയേൽ. ഇനി സോൺ ബി ഉണ്ട്. സോൺ ബിയുടെ പ്രത്യേകത, പാലസ്തീനികൾ കൂടുതലും, അവിടെ ഇസ്രയേൽ മക്കളുണ്ട്, കുറവാണ്. അവിടുത്തെ പ്രത്യേകത, ഈ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും ഇരുകൂട്ടർക്കും കടന്നു വരാം. ഗവൺമെന്റ് ആണ് കൺട്രോൾ, ഇസ്രയേൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ. ഇനിയുണ്ട് സോൺ സി. സോൺ സിയുടെ പ്രത്യേകത, അത് പാലസ്തീന്റെ മാത്രമാണ്. ഒരു വ്യത്യാസമുണ്ട്. കൺട്രോൾഡ് ബൈ ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ. വ്യത്യാസം മനസ്സിലായോ? ചുരുക്കത്തിൽ ഗവൺമെന്റും മിലിറ്ററിയും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ രാജ്യമുണ്ട്, സ്റ്റേറ്റ് ഉണ്ടെന്നൊക്കെ അലങ്കാരത്തിന് പറയാനേ പറ്റും. വൈദ്യുതി ഇല്ല, വെളിച്ചമില്ല, വെള്ളമില്ല, ഇതെല്ലാം കൊടുക്കുന്നത് ഇസ്രയേലാണ്. ഇതൊന്നും അറിയാതെ ചിലർ അതൊരു രാജ്യമാണെന്ന് പറഞ്ഞ് തുടങ്ങും, സംഭാഷണത്തിന് വരും. ഇതൊന്നും പിടികിട്ടാതെ ചുമ്മാ സംസാരിക്കുകയാണ് ഇവരുടെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ. ഈ ആളുകൾക്കൊന്നും ഇസ്രയേൽ എതിരല്ല, പക്ഷെ രാജ്യം ചോദിച്ചാൽ അവർ കൊടുക്കില്ല. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, ഒട്ടേറെ കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം, അതിങ്ങനെ തീരാത്തൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുക, പുകഞ്ഞു മറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുക, ഒരു രക്ഷയുമില്ലാത്ത ഒരു പരിതസ്ഥിതി. ഇത് കാണുമ്പോൾ ഭക്തനൊരു കാര്യം ഓർത്തുകൊള്ളണം.
തമ്പുരാൻ പറഞ്ഞതും പൗലോസ് പ്രവചിച്ചതും തിരുവെഴുത്തിലുള്ള മുഴുവൻ കാര്യവും നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഇതൊക്കെ ആവേശത്തോടെ പ്രസംഗിക്കുന്നത്. നമ്മളിത് കൃത്യതയോടെ പ്രസംഗിക്കാൻ കാരണം ഇതാ. നമ്മളൊക്കെ പ്രവചന വിഷയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളും പാസ്റ്റർമാരും ഒക്കെ പഠിച്ച് പ്രസംഗിക്കണം. ജനങ്ങൾ ഇത് എത്തണം. അവർക്ക് മനസ്സിലാവും ഇത് കേവലം ഒരു പുസ്തകമല്ല, വസ്തുതകളെ മുൻകൂട്ടി കണ്ട് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ ദൈവത്തിന്റെ ദൂതുകളാ. അത് ഇന്നലെയുടെ ചരിത്രമായി മാറിയപ്പോൾ അത് പണ്ട് പ്രവചനമായിരുന്നു, ദൂതായിരുന്നു. അങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളാ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ എഴുതി കിട്ടിയപ്പോ അന്തരീക്ഷാകപ്പാടെ മാറി. നിങ്ങൾ കേൾക്കണം, അവിടെ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ മാറ്റങ്ങൾ. അവരുടെ പ്രധാനമന്ത്രി ചുമതലയേറ്റപ്പോ സ്വീകരിക്കാൻ കൊടുക്കാൻ പൂക്കളില്ലാത്ത രാജ്യമായിരുന്നു. ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ പൂക്കൾ ഇറക്കി അങ്ങനെ പൂമാലയിട്ട രാജ്യം. പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം പൂക്കൾ കയറ്റി അയക്കുന്ന രാജ്യമായി മാറി, പഴങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. അവരുടെ ആകപ്പാടുള്ള ജലസ്രോതസ് അവിടെയുള്ള ഗലീലക്കടല. ദിവസം 1 ഇഞ്ച് എന്ന കണക്കിൽ അത് വറ്റാൻ തുടങ്ങി. 93 ആകുമ്പോഴേക്കും അത് വറ്റി വരളുമെന്ന് ഐക്യരാഷ്ട്രസഭ അയച്ച നിരീക്ഷകന്മാർ പറയാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരീക്ഷകന്മാരെത്തിയിട്ട് അവിടുന്ന് അയച്ച സംഘം കണ്ടുപിടിച്ചു, ഇത് ഒരു ദിവസം 1 ഇഞ്ച് വീതം 93 ആകുമ്പോഴേക്കും വറ്റി വരളും. അവർ വിട്ടില്ല. മെഡിറ്ററേനിയൻ കടലിലെ ഉപ്പുവെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് ഉപ്പെടുക്കുന്നു. ആ ഉപ്പെടുത്ത ശേഷം അത് വിപണിയിലേക്ക് കൊണ്ട് വിൽക്കുന്നു. ശേഷിച്ച ശുദ്ധജലം ഗലീലക്കടലിൽ തിരിച്ചിറക്കി വെള്ളത്തിന്റെ അളവ് പൊക്കി പൊക്കി ഏതൊക്കെ നിരീക്ഷകർ വന്നോ ആ രാജ്യങ്ങളിലേക്ക് കുപ്പിവെള്ളം അയച്ച് വെള്ളം വിറ്റ് ആ രാജ്യം ജീവിക്കാൻ തുടങ്ങി. ജീവിതത്തോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശം അങ്ങനെയാണ്. ആ ജനതയെക്കുറിച്ച് പഠിക്കണം. അതൊരു ചരിത്രമാണ്, അതൊരു പാഠപുസ്തകമാണ്. വസ്തുതകൾ ഗ്രഹിക്കാതെ ആളുകൾ അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രൈസ്തലോ. നമുക്ക് അത് തന്നെ മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം, വിട്ടുകളയാം. ഒന്ന് നമുക്ക് പറഞ്ഞ് വിഷയത്തിലേക്ക് വരണം. പ്രശ്ന കലുഷിതമായ ഈ സാഹചര്യത്തിൽ ഈ ഒരു സംഭവം നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ യഹൂദന്മാരും അതുപോലെ അവിടുത്തെ അറബികളും തമ്മിൽ ചർച്ചകളൊക്കെ നടക്കും. ഈ നമ്മൾ ഈ കാണുന്ന ഒരു സംഘർഷഭരിതമായ കാലാവസ്ഥ എപ്പോഴും അവിടെ ഇല്ല. യുദ്ധം വരുമ്പോൾ യുദ്ധം ഉണ്ടെന്നേ ഉള്ളൂ. ഇസ്രായേൽ അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ കുട്ടികള് മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും പട്ടാളക്കാരെ കല്ലെറിയാനാ പഠിക്കും. അവര് വെറുതെ ഇവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അത്യന്താപേക്ഷിതമായ ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവര് ചർച്ചയൊക്കെ വെച്ചു. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ പലയാവർത്തി ശ്രമിച്ചിട്ടു ഇവിടുത്തെ പലയിടങ്ങൾ പിടിക്കാൻ പറ്റി. 67 സംഭവം കൂടി പറയാം. 67 6 ദിവസത്തെ യുദ്ധം നടന്നു. സിറിയുടെ പക്കലിരുന്ന ഗോലാൻ കുന്ന് ആ യുദ്ധത്തിൽ തിരിച്ചു പിടിച്ചു. സൂയസ് കനാലിന്റെ പാതി വരെ ആ മേഖലയുടെ കൺട്രോൾ മുഴുവൻ പിടിച്ചെടുത്തു. അതുപോലെയാണ് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അതുവരെ പാലസ്തീന്റെ കയ്യിലിരുന്ന യോർദാന്റെ കൺട്രോളിലായിരുന്നു. ഈ സ്ഥലത്താണ് ഈ യെരുസലേം കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യെരുസലേം യോർദാന്റെ കൺട്രോളിൽ പാലസ്തീനിയൻ ഭൂമിയായി കിടക്കുകയായിരുന്നു. ആ സ്ഥലം ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിച്ചിട്ട് വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചർച്ച നടക്കാം. ചർച്ച നടന്നപ്പോൾ ഓരോ മേധാവികളും പറഞ്ഞു, ഞാൻ ഇത്ര കിലോമീറ്റർ ലാൻഡ് തിരിച്ചു പിടിച്ചു. അപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നപ്പോ ഒരാൾക്ക് തീരെ കുറഞ്ഞ ഭൂമി കഷ്ടിച്ച് ഒരു ചെറിയ ഭൂപ്രദേശം. അപ്പൊ അദ്ദേഹം തന്റെ അളവെല്ലാം പറഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോ അദ്ദേഹം എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് 22 ഭൂമിയാ കിട്ടിയേ. 24 മണിക്കൂർ കൊണ്ട് ഞാൻ പിടിച്ചെടുത്ത ആ ഭൂമിയുടെ പ്രത്യേകത കേൾക്കണം. എന്നിട്ട് സങ്കീർത്തനം വായിച്ചു കേൾപ്പിച്ചു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സഹസ്രാബ്ദങ്ങളായി കിട്ടാതെ പോയ യെരുസലേം നമ്മുടെ കൈക്കിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ആ യെരുസലേമിനെ തിരിച്ചു കൊടുക്കണമെന്ന വാദമാണ് ഇപ്പോഴീ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പാലസ്തീന്റെ ആ സ്ഥലം തിരിച്ചു കൊടുക്കണം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. വെറുതെ മോഹിക്കാം എന്നല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയം അറിയണം, ആത്മീയത അറിയണം, പ്രവചനം അറിയണം. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ചർച്ച ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു വെച്ചത്, ഇവർ ചോദിച്ചു, ഞങ്ങൾ പലയിടവും പിടിച്ചെടുത്തു, ഞങ്ങൾക്ക് ഈ കിഴക്കേ വാതില് പൊളിക്കാൻ പറ്റാത്ത എന്താ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്കല്ലെന്നല്ല, ആർക്കും അത് പൊളിക്കാൻ പറ്റില്ല, അത് തുറക്കാനും പറ്റില്ല. പക്ഷെ ഒരു ദിവസം അത് തുറക്കും. ആരാണ് തുറക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ മശിഹയായവൻ ഒരു ദിവസം ഇതിലൂടെ വരും. അവൻ രാജാതിരാജാവായി സ്ഥാനമേറ്റ് ഇതുവഴി വരുമ്പോൾ അവന്റെ മുമ്പാകെ ഈ വാതിൽ തുറക്കും. അറബികളെല്ലാം ഒട്ടും വിട്ടില്ല, അവരെ കൺട്രോളില്ല ആ സ്ഥലമൊക്കെ. അവര് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആ മശിഹയുടെ വരവ് തടയണമല്ലോ. അവര് ഈ ഗേറ്റിന്റെ തൊട്ടു മുമ്പിലെല്ലാം കൊണ്ട്
ശവമടക്കി, കബറുകളാണ്. ശവമടക്കാൻ കാരണം, ശവമടക്കം ചെയ്ത കബറ് ഒരു മഹാപുരോഹിതൻ കുറുകെ കടന്നാൽ അശുദ്ധനാവും. അതുകൊണ്ട് കർത്താവ് വരികയാണെങ്കിൽ തടയാൻ പറ്റിയ ഒരു നല്ല വഴിയാണ്, നല്ല ബുദ്ധിയാണ്. ഇവർക്കൊരു കാര്യം അറിയില്ല, ഈ മഹാപുരോഹിതനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഇത് ലേവ്യ പുരോഹിതം വല്ലതും ആണോ അങ്ങനെ അശുദ്ധനാകാൻ? തന്നെയല്ല, എത്ര അശുദ്ധിയിൽ അവൻ ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ ചവിട്ടിയ ഒരു അശുദ്ധിയായി ഇരിക്കുന്നു നിങ്ങൾ. അവൻ തൊട്ട അശുദ്ധിയാണ് നിങ്ങളും ഞാനും. അവൻ അശുദ്ധി കണ്ട പേടിച്ചോടുന്ന ആളല്ല. അവൻ അശുദ്ധരായ നമ്മളെ ഇങ്ങനെ തൊട്ടപ്പോ ഒരു കാര്യം, ചീഞ്ഞഴിക ശവത്തെ അവൻ തൊടും. അവൻ മരിച്ച് മയ്യത്തായിരിക്കുന്നവന്റെ ആ ശവശരീരത്തിലേക്ക് തൊട്ടപ്പോൾ ക്ഷേണത്തിൽ ജീവൻ വച്ചു. ഒരു കാര്യം ഉറപ്പാ, അവൻ ഏത് ചീഞ്ഞഴിയതിനെയും തൊടും, ദുർഗന്ധമുള്ളതിനെയും തൊടും. അശുദ്ധിയെ തൊട്ടത് അവനാണെങ്കിൽ അവന്റെ ചൈതന്യം അതിലേക്ക് വ്യാപരിച്ച് ജീവന്റെ തുടിപ്പുകൾ പ്രത്യക്ഷമാകും. അതുകൊണ്ട് അവൻ ഒരു ദിവസം ഇതുവഴി വരും. നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ലോകം കാത്തിരിക്കുന്നൊരു കാഴ്ചയുണ്ട്. അതിനിടയ്ക്കുള്ള സംഭവമല്ല ഞാൻ വിട്ടു, പല കാര്യങ്ങളുണ്ട്. അവൻ ഒരു ദിവസം വരുന്ന കാര്യമാണ് യൂദാ പ്രവചിച്ചത്. 1000 വിശുദ്ധന്മാരുമായി അവൻ ഒലിവുമലയിൽ വരുന്നൊരു രംഗമുണ്ട്. ഏത് കണ്ണും അവനെ കൊത്തിത്തുളച്ചവരും അവനെ കാണും. ഒലിവുമല രണ്ടായി പിളരും, ഒരു താഴ്വര സംജാതമാകും. ആ താഴ്വരയിലൂടെ തൻ്റെ കാന്തയായ തിരുസഭയെ അവനിങ്ങനെ മാറോടണച്ച് വരുന്നത് കണ്ടിട്ട് സോളമൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ ശരീരത്തിൽ ചാരി വരുന്ന ഇവൾ ആരാ? സോളമന് പിടികിട്ടുന്നില്ല. ജ്ഞാനിയുടെ ജ്ഞാനവൈഭവം പോരാ ഈ വരുന്ന ആളിനെ തിരിച്ചറിയാൻ. എന്തേ കാരണം? ആരാണിവൻ? അവനൊപ്പം വരുന്ന ആൾ ആരാണ്? ഓഹനരൂപിയായ ദൈവത്തിന്റെ തിരുസഭ. അവർ കിദ്രോൻ തോട് കടന്ന് ഈ ഭൂപ്രദേശത്ത് രാജഭരണം കൈയാളാൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് സന്നദ്ധരായി വരുമ്പോൾ നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന യെരുസലേമിന്റെ കിഴക്കേ വാതിൽ മലർക്കത്തുറക്കും. ഈ രംഗം കണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അത്ഭുത പരതന്ത്രരായി അകത്തകപ്പെട്ടവൻ വിളിച്ചു ചോദിക്കും, ആരാണ് ഈ രാജാവ്? സൈന്യങ്ങളുടെ യഹോവ, അവനാകുന്നു നമ്മുടെ രാജാവ്. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവി. പ്രിയരെ, അവിടെ ഇരുന്ന് 1000 ആണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഭരണത്തിന് അവൻ സന്നാഹങ്ങൾ ഒരുക്കും. ആ ഭരണത്തിൽ ദൈവത്തിന്റെ തിരുസഭ അവന്റെ കാന്തയായിട്ടുണ്ട്. ആ ഭരണത്തിലെ ഭരണീയരാരാണ്, പ്രജകളാരാണെന്ന് നമുക്കറിയാം. ശുദ്ധന്മാരായി സഭ ഒഴികെയുള്ള പീഡിത വിശുദ്ധരും അല്ലാതെയുള്ള യഹൂദന്മാരായ ആളുകളും ഒക്കെ ചേരുന്ന ഒരു ജനത അവിടെയുണ്ട്. അവരുടെ പ്രത്യേകത, ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. സ്തോത്രം. ഒടുക്കം മനോഹരമായ ഭരണം യെരുശലേം കേന്ദ്രീകരിച്ച് ഒരക്ഷരാർത്ഥ ഏതന്റെ സിറ്റുവേഷൻ കർത്താവ് പുനഃസ്ഥാപിക്കും. ആ ഭരണത്തിന്റെ 1000 ആണ്ടിന് മുമ്പ് ഒരു സംഭവമുണ്ട്. സ്ഥാപിക്കപ്പെടും മുമ്പ് മൃഗത്തെയും കള്ളപ്രവാചകരെയും പിടിച്ചുകെട്ടി ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. അതിനുശേഷം 1000 ആണ്ടേക്ക് പിശാചായവനെ ചങ്ങലയിലിട്ട് പൂട്ടും. സാത്താൻ ഇല്ലാത്തൊരു ലോകം നമ്മെ കാട്ടിത്തന്നു. 1000 ആണ്ട് കഴിഞ്ഞിട്ട് സാത്താനെ ചങ്ങലയിൽ നഴിച്ചുവിടും. ഒരിക്കൽ കൂടി കരുത്ത് കാട്ടി അവൻ കുറെയെങ്കിലും ലോകരാജാക്കന്മാരെ ഒപ്പം കൂട്ടിക്കൊണ്ട് യേശുവിനെതിരെ പടനയിക്കാൻ വരുമ്പോൾ ഇത് കണ്ടാണ് 2-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വെച്ചു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതെന്ന്. ഒടുക്കം ദാവീദ് പറയാണ്, ആകയാൽ ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കും. പിതാവ് പുത്രനെ സ്ഥാനാരോഹണം ചെയ്താക്കിയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. പിതാവ് നേരിട്ട് ചെയ്യുന്ന യുദ്ധം. ഹല്ലേലൂയ. ആ യുദ്ധത്തിനൊടുവിൽ ലൂസിഫറിനെ പിടിച്ചുകെട്ടി ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. അതിനുശേഷം നിതാന്ത നിത്യതയുടെ പുതുവാന ഭൂമി, ആ പുതുവാന ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് നമുക്കൊരു പുതിയ യെരുശലേം എന്ന മഹാനഗരം വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് വിളിച്ചിട്ട് നമ്മുടെ വാസഗേഹം കാണിച്ചു തരുന്നു. 1500 നാഴിക നീളം, 1500 നാഴിക വീതി, 1500 നാഴിക ഉയരം. ഈ നാഴിക എന്നതിന് ഗ്രീക്കിൽ കിടക്കുന്ന ഒരു പദമുണ്ട്, സ്റ്റാദി എന്നൊരു പദമാണ്. സ്റ്റാദി എന്താ? സ്റ്റാദി അതിൽ നിന്നാണ് സ്റ്റേഡിയം എന്ന പദം ഉണ്ടാകുന്നത്. സ്റ്റേഡിയം, 1500 സ്റ്റേഡിയം. ഇതൊരളവാണ്. എന്ന് വെച്ചാൽ ഗ്രീസിലെ ഒരു ഓട്ടക്കളത്തിന്റെ വലിപ്പമാണ്. നമ്മള് ഗ്രീസിലെ ഒളിമ്പിക്സ് തുടങ്ങി 776 കൊല്ലം കഴിഞ്ഞാണ് പൗലോസൊക്കെ ലേഖനം എഴുതുന്നത്.
ഈ ഗ്രീസിലെ ഒരു ഓട്ടക്കളത്തിൽ ഓടി വിജയശീലാളിതനായി വരുന്നവന്റെ തലയിലേക്ക് ഒലിവ് മരത്തിന്റെ ചില്ലയിൽ മെടഞ്ഞ ഒരു കിരീടം വെച്ചു കൊടുക്കും. ആ കിരീടമൊക്കെ കൊണ്ട് ആശാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് വാടിപ്പോകും. പൗലോസ് പറയാ, നീയൊക്കെ വാടുന്ന കിരീടം തലയിൽ വെക്കുമ്പോ ഒരു വാടാ കിരീടം ഞങ്ങൾക്കുണ്ട്. ഇതുവഴി ഓടുന്ന ആ ഓട്ടക്കളത്തിന്റെ നീളം നിങ്ങൾ കണ്ടോ? ഏതാണ്ട് 650 പരം മീറ്ററാണ് അതിന്റെ നീളം. 1/2 കിലോമീറ്ററിനേക്കാൾ ഒരല്പം കൂടെ കൂടുതൽ. ഇതാണ് ഒരു സ്റ്റേഡിയത്തിന്റെ നീളം. ഇത്തരം 1500 സ്റ്റേഡിയത്തിന്റെ നീളം, 1500 സ്റ്റേഡിയത്തിന്റെ ഉയരം, 1500 സ്റ്റേഡിയത്തിന്റെ വീതി, ഇങ്ങനെയൊക്കെ ഒരു കണക്കാ. ദൂതന്റെ അളവിനാൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ അളവിനാൽ എന്ന് വിശദീകരിച്ചിട്ട് അതിന്റെ മനോഹാരിത വർണ്ണിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുള്ള അനുഗ്രഹപ്രാപ്തിയുടെ ആ പുതുവാന ഭൂമിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് വീണ്ടും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ഇരിക്കെ ഞാന് IM വൈൽ കോളേജിൽ ഇത് പഠിപ്പിച്ചപ്പോൾ ഉയർന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്, എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ട്, ഭാരപ്പെടാനൊന്നുമില്ല. എന്നാൽ ഒന്ന് പറയട്ടെ, ഒരാളുടെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ സ്വർഗത്തിലെത്തി ഇത്രയും പ്രതിഫലവും കിരീടവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പഴയ പോലെ അഹങ്കാരം കാണിച്ചാലോ? എനിക്കും അത് ശരിയാന്ന് തോന്നി. നമ്മൾക്കൊക്കെ ഇത്രയും വല്ലതും വേണോ അഹങ്കാരം കാണിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിസാര കാര്യം പോലെ നമുക്ക് അഹങ്കാരം കാണിക്കുക. അത് എനിക്കും തോന്നി അത് നേരാണല്ലോ. ഈ മനുഷ്യൻ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ദൂതൻ അങ്ങനെയൊക്കെ പറ്റിയെങ്കിൽ നമുക്കും പറ്റിയല്ലേ? പക്ഷെ പിന്നാണ് ശരിയായ ഉത്തരം കിട്ടിയത്. ഇനി ഒരു പാവത്തിന് ഒരു ചെറിയ സാധ്യത പോലും ഇല്ല, അഹങ്കരിക്കാൻ ഒരു സാധ്യത പോലും ഇല്ല. എന്താ അതിന്റെ കാര്യം എന്നറിയണ്ടേ? പറയാം. നമ്മളെല്ലാം സ്വർഗത്തിൽ തേജോരൂപികളായി ദൂതതുല്യരായിട്ടെത്തി. അവിടെ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ വിലാപ്പുറത്തെ മുറിവ് അപ്പോഴും അവിടെ ഉണ്ട്, അവിടുത്തെ കൈകാലുകളിലെ മുറിവ് അപ്പോഴും ഉണ്ട്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഉയർത്തെഴുന്നേറ്റവൻ ശിഷ്യനെ വിളിച്ചിട്ട് പറയാണ്, ഇതാ തൊട്ട് നോക്കിയത് ഞാൻ തന്നെ. ഇത് അവിടുത്തെ ഐഡന്റിറ്റിയാ. നമ്മൾ ഷാരോന്റെ കാർഡ് കാണിക്കുക, ഞാൻ ഇന്നെടുത്ത് അവർക്ക് ഈ കാർഡ് പോലെ യേശുവാണെന്ന് തെളിയിക്കുന്നത് ഇങ്ങനെ ഈ കയ്യിലാണ് സംഭവം, ഇത് ഞാനാ, വിലാപ്പുറത്താ സംഭവം. അത് പോയിട്ടില്ല. തോമസിനോട് പറയാ, വന്ന് തൊട്ട് നോക്കിയത് ഞാൻ തന്നെ. എന്താ പോകാത്തെന്നറിയോ? സിംഹമടയിൽ നുഴഞ്ഞു കയറിയ ഒരാടും തിരിച്ചു വന്ന ചരിത്രമില്ല. ചെന്നായ്ക്കളുടെ പറ്റത്തിലേക്ക് നുഴഞ്ഞു കയറിയ ഒരാടും തിരിച്ചു വന്നിട്ടില്ല. മുറിവേറ്റ ഈ കുഞ്ഞാട് ഒരു കാര്യം പറഞ്ഞു, ഈ മുറിവേ തോൽവിയുടെ ചിഹ്നമല്ല, ഇത് ജയത്തിന്റെ ചിഹ്നമാണ്. ഒരു സൈനിക മേധാവിയുടെ സ്റ്റാർ പോലെയാണ് ഈ കാണുന്നത്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയണ്ടേ? ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ നല്ല പാട്ടൊക്കെയാണ് നമ്മുടെ ബ്രദർ പാടിയത്, ആ പ്രിയപ്പെട്ടവർ പാടിയത്. അപ്പോഴ് ഇതിലെ പല പാട്ടും സ്വർഗത്തിൽ ചെല്ലും, പക്ഷേ നമുക്ക് വേണ്ട. കാരണം ഇവിടെ വെച്ചൊക്കെയുള്ള പ്രത്യാശയുടെ പാട്ടാണ്. പക്ഷെ സ്വർഗത്തിൽ ചെന്നാലും ഒരു പാട്ട് തുടരും. ഏത് പാട്ടാന്നറിയണ്ടേ? അത് ക്രൂശിനെ കുറിച്ചുള്ള പാട്ടാ. ക്രൂശീകരണം അവിടെയും പാടാം. എന്താ കാരണം? ബാക്കി പാട്ടൊന്നും അവിടെ വേണ്ട. ക്രൂശീകരണം സ്വർഗത്തിലും പ്രസക്തമാണ്. അതാ ക്രൂശീകരണം പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്. സ്വർഗത്തിലും ആ പാട്ടിലെ പ്രമേയമുണ്ട്. എന്താ കാര്യം? സ്വർഗത്തിലെ പാടുന്ന ഗായക സംഘം പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ സ്വർഗത്തിലുമുണ്ട് ക്രൂശീകരണത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ ഈ മുറിവിന്റെ സവിശേഷത മനസ്സിലായോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന നമുക്ക് ഇങ്ങനെ നെകളോ അഹങ്കാരമോ ഒക്കെ വരുമ്പോൾ അവൻ ആ കരം ഇങ്ങനൊന്ന് കാണിച്ചാൽ മതി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ മുറിവ് പറഞ്ഞു തരും, നീ ഇവിടെ വരെ വന്നത് നിന്റെ യോഗ്യതയല്ല, ഈ മുറിവാ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ഈ മുറിവിൽ വിലയം പ്രാപിക്കാം, ഈ മുറിവിൽ അഭയം പ്രാപിക്കാം. ഈ മുറിവിന്റെ കരുത്താണ് ക്രൈസ്തവ സഭയുടെ കരുത്ത്. എല്ലാ പ്രതിസന്ധി അതിജീവിക്കാൻ നസ്രയനായ യേശുവിൻ പുണ്യാക രക്തം, ആ രക്തത്തിന് ശക്തിയാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി, നിത്യതയിലേക്കുള്ള വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളിയ നസ്രയനായ യേശുവിൻ പുണ്യാക രക്തം ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്ന നമുക്ക് വിടുതലാകട്ടെ, രോഗശാന്തിയാകട്ടെ, അതിജീവനമാകട്ടെ, നിത്യതയിലേക്കുള്ള വഴിയാകട്ടെ. എല്ലാ കണ്ണുകളും എല്ലാ ഹൃദയവും തമ്പുരാന്റെ മുമ്പിൽ ഒരു നിമിഷം ധ്യാന നിമഗ്നരാക്കി നമുക്ക് ആ നിലയിൽ മുമ്പോട്ട് വരാം. ഹൃദയങ്ങളെ തമ്പുരാന്റെ പക്കൽ ഏകാഗ്രമാക്കാം. അവസാന നിമിഷത്തെ ശുശ്രൂഷകൾക്ക് നാം നിയോഗിച്ച കർത്തദാസനുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് അദ്ദേഹത്തിലേക്ക് മൈക്ക് കൈമാറും മുമ്പ് പ്രാർത്ഥനാനിരതരായി നമുക്കിരിക്കാം. കർത്താവി വചനങ്ങളാൽ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.